ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, ഇപ്പോ എല്ലാവരുടെ മനസ്സിലൂടെയും കടന്നു പോകുന്നത് ഒരു സന്തോഷ മുഹൂർത്തമാണോ അല്ലെങ്കിൽ ഒരു വിഷമിപ്പിക്കുന്ന ഒരു സന്ദർഭമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ്. സന്തോഷമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് ഓരോരുത്തരുടെ വ്യക്തികളുടെ നിന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒട്ടനവധി വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ പറയാം, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒപ്പം ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഒപ്പം നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ കടന്നു പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടെ എഴുതുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. പക്ഷേ വിഷമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു നിമിഷത്തിലും നമ്മുടെ ഒരു ഒഫീഷ്യൽ ലൈഫിൽ നമ്മളെ ഹെൽപ്പിന് വേണ്ടി വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശശികുമാർ സാർ. അങ്ങനെയും സന്തോഷമാണ്. പക്ഷേ എന്നാൽ ഇനി തുടർന്ന് ICM നിൽക്കുമ്പോൾ ICM ട്രിവാൻഡ്രത്തിന്റെ കൂടെ പൂർണ്ണമായിട്ട് സാറ് കൂടെ ഇല്ല എന്നുള്ള കാര്യത്തിൽ ആലോചിക്കുമ്പോൾ അത് വിഷമമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പക്ഷേ നമ്മള് എല്ലാം മനസ്സിലാക്കിയല്ലേ പറ്റുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ഇതും ഈ കാലവും അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഔദ്യോഗികമായിട്ട് ഇന്നത്തെ നമ്മുടെ ശശികുമാർ സാറിന്റെ, നമ്മുടെ ICM ഡയറക്ടർ, തിരുവനന്തപുരം ഡയറക്ടർ ശശികുമാർ സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു പാർഷ്യൽ ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇനിയും സാറിന്റെ സേവനങ്ങൾ അല്ലെങ്കിൽ സാറിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള മുന്നോട്ടുള്ള അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമായി എല്ലാവർക്കും സ്വാഗതം നേരുകയാണ് എന്റെ ഇഷ്ടമായിട്ടുള്ള കർത്തവ്യം. നമ്മുടെ ഈ ഒരു സ്വാഗതത്തിന് എപ്പോഴും ഒരു പ്രോഗ്രാമിനൊക്കെ സ്വാഗതം നേരുന്നവരുണ്ട്. പക്ഷെ ഈ ഒരു സ്വാഗതത്തിന് വാക്കുകൾ എനിക്ക് എന്താ പറയുക, വളരെ പരിമിതപ്പെടുന്നു. എന്നാൽ നമ്മുടെ ഈ ഒരു മൊമെന്റിന്റെ ഹീറോ എന്ന് പറയുന്നത് ICM ട്രിവാൻഡ്രത്തിന്റെ ഡയറക്ടർ ശശികുമാർ സാർ തന്നെയാണ്. ഞാൻ വ്യക്തിപരമായി പോവുകയാണ്. എന്നാലും ഞാൻ പറയണം, ഞാനൊരു പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ PG റിസൾട്ട് വന്നു കഴിഞ്ഞ് ഉടനെയാണ്, റിസൾട്ട് വന്ന് ഒരു അടുത്ത ആഴ്ചയാണ് ഞാൻ പഠിച്ചിരുന്ന സ്ഥാപനത്തിൽ ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വരുന്നത്. അപ്പോ എന്നെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് അവിടെ വിളിച്ചത് എന്റെ അധ്യാപകനും ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലും ആയിരുന്നു. അപ്പൊ അന്ന് മുതൽ എന്റെ മേലധികാരി എന്ന് പറയുമ്പോൾ എനിക്കൊരു ഗുരുനാഥനോടുള്ള ഒരു അടുപ്പമാണ് തോന്നിയിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഏകദേശം 13 വർഷത്തിൽ കൂടുതലായി. ആ സമയത്ത് എപ്പോഴും എന്റെ മേലധികാരി എനിക്കൊരു ഗുരുതുല്യം തന്നെയായിരുന്നു. ആ ഒരു കാര്യത്തില് ശശികുമാർ സാറിന് 100-നപ്പുറം മാർക്ക് കൊടുക്കാമെങ്കിൽ ആ മാർക്ക് ഞാൻ കൊടുക്കും. കാരണം സാറ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി, ചിലപ്പോൾ നമ്മളോട് പറയുന്ന തെറ്റുകൾ നമ്മളെ പറഞ്ഞു തരുന്ന രീതി, അത് നമ്മളെ തിരുത്താൻ നമ്മൾ സ്വയം തയ്യാറാകുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ പ്രാപ്തരാക്കുക എന്നുള്ളത് എല്ലാ വ്യക്തിക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോ നമ്മളൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് പലതരത്തിൽ ശിക്ഷിക്കാം, അടിച്ച് ചെയ്യിപ്പിക്കാം. പക്ഷെ പറഞ്ഞ് നമ്മൾ സ്വയം മനസ്സിലാക്കി തിരുത്തുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള മൂല്യം പൂർണ്ണാവസ്ഥയിലെത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിൽ ഇതുവരെ വളരെ കുറഞ്ഞൊരു ടൈം പീരീഡിന് മാത്രമേ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. എന്നാലും അങ്ങനെ ഒരു കാര്യത്തിൽ ഇത്രയും കാലം സാറിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. നമ്മുടെ ICM ട്രിവാൻഡ്രത്തിന് ഞാൻ ജോലി ചെയ്ത കാലയളവിന് നെടുന്തൂണെന്ന് പറയുന്നതിൽ ഒരു സംശയവും എനിക്കില്ല. ആ നെടുന്തൂണിന് ശശികുമാർ സാറിന് സ്വാഗതം നൽകുകയാണ് ആദ്യമായിട്ട്. അടുത്തതായിട്ട് സ്വാഗതം നേടേണ്ടത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ, അല്ലെങ്കിൽ ഇനി അടുത്ത നമ്മുടെ സ്ഥാപനത്തെ നയിക്കേണ്ട മുൻനിരയിൽ നിൽക്കുന്ന നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജയമോഹൻ സാർ. സാറ് ഹാൻഡിൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവിലാണ്. പക്ഷെ ആ പെർസ്പെക്ടീവിന് അതെ, ഈ കാണിച്ചത് തന്നെയാണ് ആ ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആ ഒരു പെർസ്പെക്ടീവ് തന്നെ
മേക്സ് ഇറ്റ്സ് ഐഡന്റിറ്റി, അല്ലെങ്കിൽ അതിലൊരു യുണീക്നെസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാറിന് അത്ര വേണമല്ലോ. ഒബ്സർവ് ചെയ്യാനും അനലൈസ് ചെയ്യാനും സാറിനപ്പുറം കേസ് അനലൈസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ സാറ് കേസ് അനലൈസ് ചെയ്തിട്ട് അത്രയ്ക്കും വലുതാണ് സാർ ഒരു വ്യക്തിയാണെങ്കിൽ പോലും. ആ ഒരു കാര്യത്തിൽ സാറിനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിലും നമ്മുടെ സ്ഥാപനത്തിന്റെ പേരിലും നമ്മുടെ ഡോക്ടർ ജയമോഹൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം യു സർ. അടുത്തതായിട്ട് സ്വാഗതം നേടേണ്ടത് നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന മേനോൻ സാറിനെയാണ്. മേനോൻ സാറിനെ പറയുകയാണെങ്കിൽ ഞാൻ ICMൽ 2016 ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് അന്ന് ICMന്റെ ഡയറക്ടർ ആയിരുന്നു മേനോൻ സാർ. അപ്പൊ അന്ന് മുതൽ ഒരു പരിചയം ഉണ്ടായിരുന്നു, ഒരുപാട് അടുപ്പം ഇല്ലെങ്കിൽ പോലും പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ അന്നും ഇങ്ങനെയാണ്, വളരെ ചെറിയൊരു പുഞ്ചിരിയോടെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് മുന്നുണ്ടായിരുന്നവർക്ക് അറിയാം സാർ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഓരോരുത്തരുടെ പേരിലും സാറിനെ ഈ ഒരു ഔദ്യോഗിക ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് അടുത്ത രണ്ട് വ്യക്തികളെ നമുക്ക് എല്ലാവർക്കും ചിരപരിചിതരാണ്. നമ്മുടെ മദനേന്ദ്രൻ സാറും പത്മകുമാർ സാറും. കാരണം ഞാൻ എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഗസ്റ്റ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പറാണ്. ഗസ്റ്റ് എന്നുള്ള പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗികമായി പോയിന്നേ പറയുള്ളൂ. കാരണം ഞങ്ങളുടെ ഏതൊരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഏതൊരു ഈവന്റ് കോർഡിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് എടുക്കുമ്പോൾ അതിൽ എടുത്ത് മാറ്റാൻ പറ്റാത്ത കുറെ പേരുകളുണ്ട്. അപ്പൊ വേദിയിൽ ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന പല അധ്യാപകരും നമുക്ക് അങ്ങനെ പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കുന്ന മദനേന്ദ്രൻ സാർ, നമ്മുടെ പത്മകുമാർ സാർ, ക്രിസ്തുദാസ് സാർ, സാജിദ് സാർ, സുരേന്ദ്രബാബു സാർ, തുളസി സാർ, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അടുത്ത വ്യക്തിയിലേക്ക് ഞാൻ പോട്ടെ. എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മുടെ ഈ കുടുംബത്തിലെ മറ്റംഗങ്ങൾ പറയുമ്പോ ഓരോരുത്തരും ഗിരീഷ് കുമാർ സാർ പൊസിഷൻ പറയുന്നത് തെറ്റി തന്നെ മുന്നോട്ട് പോകും. ഗിരീഷ് കുമാർ സാർ, കാരണം നമ്മുടെ കുടുംബാംഗമാണ്. കാരണം മോട്ടിവേഷനിലേക്ക് അങ്ങ് എത്തോന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് സാർ. ആ സാറിന്റെ ക്ലാസ്സിലൊക്കെ വളരെ ഞങ്ങൾ ഇരുന്നിട്ടുള്ള ക്ലാസ്സുകളാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ പഠിച്ചു വന്നിട്ടുള്ളത് ട്രെയിനിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഓരോ അധ്യാപകരുടെയും ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കാൻ അറിയാം, പക്ഷേ ഒരു ട്രെയിനിങ് എന്നുള്ള നിലയിലേക്ക് ഉയർന്നു വരാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രചോദനം തന്നെയാണ്. സ്വാഗതം സർ. പിന്നെ നമ്മുടെ ICM കുടുംബാംഗങ്ങളുടെ എന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളായിട്ടുള്ള ഞങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള അഞ്ജന മാമും രശ്മി മാം എന്ന് പറയുന്നെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അടുപ്പം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ലി നേച്ചറാണ്. രാവിലെ തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് ഓടിപ്പാൻ എല്ലാത്തിനും നടക്കും. ഉച്ചയ്ക്ക് ഞങ്ങളുടെ ആശ്വാസം പോലെ ഞങ്ങളുടെ ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ട്. 10 മിനിറ്റ് കൊണ്ട് കഴിയേണ്ട കാര്യം ഞങ്ങളൊരു 45 മിനിറ്റ് എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കഴിച്ച് മുന്നോട്ട് പോകുന്നത്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ മോട്ടിവേറ്റിംഗ് ഒരു ഫാക്ടർ. മുന്നോട്ടുള്ള ഒരു വൺ ഓഫ് ദി ഫാക്ടേഴ്സിൽ അതൊന്ന് തന്നെയാണ്. അപ്പോ എന്റെ കൊളീഗ്സ് ആയിട്ടുള്ള അഞ്ജന മാഡത്തിനും രശ്മി മാഡത്തിനുള്ള സ്വാഗതം നേരുകയാണ്. പിന്നെ ഇവിടെ വന്നപ്പോ മുതൽ നമ്മുടെ സ്ഥാപനത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഓരോ വ്യക്തികളും, അത് ജിജി ചേച്ചി, ട്രാൻസ്ലേറ്റ് മാഡം, അനില ചേച്ചി, പിന്നെ പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും എല്ലാം നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാ മെമ്പേഴ്സും, ഓരോ മെമ്പേഴ്സും, ഓഫീസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സപ്പോർട്ടിംഗ് ടീമിനും, അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും ഇന്ന കാര്യത്തിനും നമുക്കറിയാം അവിടെ വിളിച്ച കാര്യം നടക്കും, അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി എന്നുള്ള ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കുമുള്ള സ്വാഗതം ഔദ്യോഗികമായിട്ട് നേരുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കാരണം ഇത് ICM ട്രിവാൻഡ്രം എന്ന് പറയുന്നത് ഒരൊറ്റയ്ക്കുള്ള ഒരു ഒറ്റയ്ക്കുള്ള ഒരു കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് നിന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി അത് ബാധിക്കും. അപ്പോ അതറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവർക്കുമുള്ള സ്വാഗതം നേരുകയാണ്. ഇപ്പൊ ഇവിടെ എന്നാൽ പോലും സുരേഷ് സാറിന് നമ്മുടെ
നെടുതൂണായിട്ടുള്ള നമ്മുടെ ശരത്തിനെ എല്ലാവർക്കും കൂടെ സ്വാഗതം നേരുകയാണ്. അടുത്ത ഔദ്യോഗിക ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. Respected Director Shri M.V. Shashikumar sir, our former Director and Professor Gandhicom Shri R.K. Menon sir, Director Shri M.V. Shashikumar sir, who retires from service today after an extraordinary 32 years of dedicated service. Sir, it is never easy to say goodbye to someone who has been the guiding force of this institution. Your tenure here at the Institute of Cooperative Management in Thiruvananthapuram has been marked by visionary leadership, tireless commitment, and unwavering integrity. You led from the front, sir, with a calm assurance in times of challenge and humility in times of success. Sir, your contributions to this institute and to the cooperative sector in Kerala at large have been profound. From academic excellence to administrative reforms, from fostering a culture of learning to nurturing team spirit, and your legacy is etched into every corner of this campus. What truly set you apart, sir, is not just the work you have done, but the values you embodied. You were not just a director, you were a mentor, a problem solver, and most importantly, a person who believed in people. Many of us have been personally guided, inspired, and uplifted by your words and more than that, actions. On behalf of all this staff, sir, it's my responsibility. I express our heartfelt gratitude. We are proud to have worked under your leadership and learned from your example, sir. As you enter a new chapter in life, we wish you a retirement filled with peace, happiness, and continued purpose. May this well-earned rest bring time for your passions, your family, and all the things you love. You may be retiring from this role, sir, but your influence will remain with us in the system you have built, in the minds you shaped, and in the hearts you touched. With great respect and warm wishes, thank you, sir. Thank you once again. We will miss you. Thank you, sir. I request lot of well wishes are here today on the occasion of our farewell to our beloved director. I invite each of you to say a few words on this occasion. Just to begin with, I invite our senior faculty member, Shri R.K. Menon sir, and also not only senior but colleague of many years to Shashikumar sir. I invite Professor R.K. Menon sir. എൻ്റെ പ്രിയ സുഹൃത്ത് ശശികുമാർ, ഡോക്ടർ ജയമോഹൻ, സാർ പത്മോഹൻ, ഞാൻ ഓരോരുത്തരുടെ പേര് പറയാനില്ല. പ്രിയപ്പെട്ട ഗസ്റ്റ് ഫാക്കൽറ്റി, ICM സ്റ്റുഡൻസ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാമെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ജയമോഹൻ ആദ്യം തന്നെ വിളിച്ചു. ഞാനിവിടെ ഒരു 13 വർഷം ഉണ്ടായിരുന്നു. ഏകദേശം 8-9 സെന്റ് ഓഫ് പാർട്ടി സെന്റ് ഓഫ് ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ വന്നതിനിടയ്ക്ക് 8-9.
പ്രത്യേകിച്ചും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൻഡ് ഓഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ശശി ഞാൻ തമ്മിലുള്ള ഒരു റിലേഷൻ 32 വർഷം സർവീസ് വന്നപ്പോൾ മുതലുള്ള പരിചയമാണ്. ഞാൻ ഇൻഡോറിലും ശശി കണ്ണൂരിലും ചോദിച്ചു. നമ്മളൊന്നിച്ച് ആദ്യം കാണുന്നത് ബാങ്കിങ് കോളേജിൽ വെച്ചിട്ടാണ് ട്രെയിനിങ്ങിന് ഞങ്ങളൊന്നിച്ച് ഇൻഡക്ഷൻ പ്രോഗ്രാം ആ സമയത്ത്. അന്ന് മുതൽ എനിക്കുള്ള ഒരു വളരെ ചുരുക്കം ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സർവീസിലുള്ള ICM സർവീസിൽ എസ്പെഷ്യലി എനിക്ക് വളരെ ചുരുക്കം ചില ആൾക്കാരോട് യാതൊരു ക്ലോസ്നെസ്സും ഒരു ഇന്റിമേറ്റ് ഫീലിംഗ് വന്നിട്ടുണ്ട്. അത് ഒരാളെ ശശിയാണ്. ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു കണ്ണൂര്. ഞാൻ 96 കണ്ണൂർ എത്തിയ സമയത്ത് ശശി അവിടെ കണ്ണൂരുണ്ട്. അവിടെ ഞങ്ങളൊരു നല്ലൊരു ടീമായിട്ട് നമുക്ക് നമ്മൾ ഓൾമോസ്റ്റ് 30 years 25 വർഷം ബാക്കിലൂടെ ഞാൻ കുട്ടി ഞങ്ങൾ 3-4 ആൾക്കാർ വളരെ എൻജോയ് ചെയ്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തവരാണ് ഒന്നിച്ച്. ഇതെല്ലാവരും റിട്ടയർഡായി ഓരോരുത്തരായി അതിൽ ശശിയെടുക്കാനും വന്നിട്ടുണ്ട്. അത്ര ഒരു പേഴ്സണൽ റിലേഷനാണ് എനിക്ക് ശശിയായിട്ടുള്ളത്. ഫാമിലി വൈസും എൻ്റെ മോനും ശശിയുടെ മോളും ഒക്കെ ഒരേ പ്രായം, സെയിം ഏജ്. ഇപ്പോഴും അവര് കൊച്ചുമക്കളായി ഞങ്ങൾക്ക് 2 ആൾക്കും അതും ഏകദേശം ഒരേ പ്രായം തന്നെ. വീട്ടിൽ ചെറിയ സാമ്യം. സോ ഒരു പേഴ്സണൽ റിലേഷൻ എനിക്ക് ഓൾവേസ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ശശിയിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ ഞങ്ങൾ ട്രെയിനിങ്ങിൽ പോയാലും കേരളത്തിന് പുറത്ത് പോകുന്ന സമയത്തും ഞങ്ങളായിരിക്കും മിക്കവാറും റൂമിൽ ഒന്നിച്ച്. നേരത്തെ പറഞ്ഞു റൂമിൽ 2 പേരുടെ റൂമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 ആളായിരിക്കും മിക്കവാറും അവിടെ ഒന്നിച്ചിട്ടുണ്ടാകും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ എനിക്കൊന്നും ട്രെയിനിങ്ങിലൊന്നും എനിക്കൊന്നും ആയിരുന്നതും അടുത്തൊന്നും വരാൻ പറ്റും. ഒരു പെർഫെക്റ്റ് ട്രെയിനറാണ് ശശി എന്നുള്ളത് എനിക്കൊരു സംശയമില്ലാതെ പറയാം. ICM വരുന്നതിന് മുമ്പ് JCSന്റെ ട്രെയിനർ എന്നുള്ള രീതിയിലും കണ്ണൂർ വളരെ അറിയപ്പെട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഇങ്ങോട്ട് വന്നതോടുകൂടി കേരളത്തിൽ ഇനി അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ഞാൻ എപ്പോ കോണ്ടാക്ട് ചെയ്താലും എവിടെയെങ്കിലും ട്രെയിനിങ്ങിലായിരിക്കും, ക്ലാസ്സിലായിരിക്കും, ട്രെയിനിങ്ങിലാണ്. അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനർ NCCയിൽ വരാനുണ്ടോ എന്ന് സംശയം. ഞാനൊക്കെ ട്രെയിനിങ്ങിൽ പോകുമ്പോൾ നമുക്കൊരു ആ ലെവലിലേക്ക് കാര്യം എത്തിക്കാൻ പറ്റുന്ന സാധിക്കാറില്ല. ആ രീതിയിൽ ട്രെയിനിങ്ങിനോടുള്ള ഒരു എന്താ പറയാ കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കണ്ണൂർ ICM തിരുവനന്തപുരം ഒക്കെ നമ്പർ ഓഫ് ട്രെയിനിങ്ങിലൊക്കെ വളരെ നമ്പർ 1 എന്നുള്ള ഓൾ ഇന്ത്യ ലെവൽ വരെ പല സമയത്തും വന്നിട്ടുണ്ട്. അത് NCCയിലും സകല ആൾക്കാർക്കും അറിയുകയും ചെയ്യും. സോ ഐ എം ഷുവർ ശശി റിട്ടയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാളെ മിക്കവാറും ഏതെങ്കിലും ഒരു ക്ലാസ്സിലായിരിക്കും. അതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ബിക്കോസ് ആ ഒരു ആദ്യത്തെ ദിവസം എനിക്ക് സ്വാഭാവികമായിട്ടും ട്രെയിനിങ്ങിലും ഇനി ഇത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ബിക്കോസ് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുന്നു. നമ്മുടെ ഇഷ്ടത്തിനുള്ള മൂവ് ചെയ്യാനുള്ള ഒരു കിട്ടും. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു ഇതങ്ങനെയാണ്. എല്ലാ ദിവസവും സാറ്റർഡേ സൺഡേ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻ കുറച്ചുകൂടെ ഫ്രീഡം ഫീൽ ചെയ്യുന്നു. ബിക്കോസ് ഇവിടെ റിട്ടയർ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും അതൊരു അറിയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇനിയും തുടർന്നും ഈ നമ്മുടെ കോപ്പറേറ്റീവ് മേഖലയിൽ ശശി ഒരു സ്ഥിരം സാന്നിധ്യമായിട്ട് വരും എന്നുള്ളത് നല്ല ഉറപ്പുണ്ട്. എനിക്കും ICMലായാലും മറ്റുള്ള സ്ഥലത്തായാലും അത് കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ ഷോർട്ട് സക്സസ് ഇനി അങ്ങോട്ട് ഒരു ഹാപ്പി റിട്ടയർമെന്റ് ലൈഫ്. തീർച്ചയായിട്ടും എനിക്കതിൽ വളരെ കോൺഫിഡന്റ് ആണ്. ഇനി അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടെ ഫാമിലി ആയിട്ട് കൂടെ പോകാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കാനും ശശിക്ക് കുറച്ചുകൂടെ ടൈം സ്പെയർ ചെയ്യേണ്ടിട്ടുണ്ട്. അത് മാക്സിമം എൻജോയബിൾ ആയിട്ടും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ ഭാവങ്ങളും നിൽക്കുന്നു. സർവോപരി നിയമവിദഗ്ധരുമായ ശ്രീ അഡ്വക്കേറ്റ് മധുരേന്ദ്ര സാറിനെ സാധാരണ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജയമോഹൻ സാർ, നമ്മുടെ ഇന്നത്തെ
ആരാധനാമൂർത്തിയായ നമ്മുടെ ശിവകുമാർ സാർ, നമ്മൾ ഓരോ ഇന്നിപ്പോ അദ്ദേഹമാണ് പ്രധാന വിഭാഗം. കേരളത്തിൽ നിന്നും ഒരു താൽക്കാലികപ്പെടാം അന്ന് രാധാകൃഷ്ണൻ സാറ് പറഞ്ഞത്. നാളത്തെ മാത്രമേ അവധിയുള്ളൂ, മറ്റന്നാമത്തെ ശിവകുമാർ സാറ് വീണ്ടും തരുകയും ആവശ്യമില്ല. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ അധ്യാപകന് റിട്ടയർമെന്റ് ഇല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പൊ അത് ശശികുമാർ സാറിനും ആ ഒരു നിലവാരത്തിലാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ പകർന്നു നൽകുക. അങ്ങനെ പകർന്നു നൽകുന്നതിൽ ഒരു മനസ്സിനുള്ള സന്തോഷവും അത് ലഭിക്കുന്നവർക്ക് അതിന്റെ പ്രയോജനവും കിട്ടുമ്പോഴാണ് അധ്യാപകന് ചാരിതാർത്ഥ്യം ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യത്തിൽ കഴിഞ്ഞ 32 വർഷത്തെ അധ്യാപക വൃത്തിയിൽ ദൈവത്തിന് അത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പരിചയപ്പെടുന്ന എന്റെ കൂടെ പ്രിൻസിപ്പളായിരുന്ന രത്നാകരന്റെ സുഹൃത്താണ്. ആ രീതിയിലാണ് ഞാൻ ശിവകുമാർ സാറിനെ പരിചയപ്പെടുന്നത്. പിന്നെ പല സന്ദർഭത്തിലും നമ്മുടെ സഹകരണ കോൺഗ്രസുകൾ അതുപോലെ വിവിധ സെമിനാറുകളിലെല്ലാം പരസ്പരം കൊണ്ടുപോകുന്നു. ഇപ്പൊ 2014 രക്ഷപ്പെട്ടി പിടിഞ്ഞതിന് ശേഷം വിവിധ സഹകരണ സ്ഥാപനങ്ങളിലെ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിക്കുകയും കൂടാതെ പഠിച്ച കാര്യങ്ങൾ നിയമപരമായി നടപ്പാക്കുന്നതിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള അഭിഭാഷ വൃത്തിയും നടന്നപ്പോ ഇതിൽ അക്കാഡമിക് സൈഡില് ഉപയോഗപ്പെടുത്തണമെന്ന് മേനോ സാറാണെങ്കിലും ഇതിനെ ഇത് മാത്രം ബോർഡ് സെക്രട്ടറി പോരാ, നമ്മുടെ ട്രെയിനിങ് ഫീൽഡിൽ വരണമെന്ന് പറഞ്ഞ് ഐസിയിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ ഒരു വൻ വൃക്ഷമാണ്. അതിലൊരു ശിഖരമാവാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് വളരെ പടർന്നു വന്നടിച്ച ഒരു പ്രസ്ഥാനത്തിലേക്ക് ചെറിയൊരു സഹായം അല്ലെങ്കിൽ ഇന്ത്യതായ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ കണ്ടുകൂട്ടപ്പെട്ട പല ഇലകളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ രീതിയില് അധ്യാപകൻ എന്നുള്ള രീതിയിലും ഒരു ട്രെയിനർ എന്നുള്ള നിലയിലും ശിവകുമാർ സാറിന്റെ പ്രവർത്തനം വളരെ ശ്രേഷ്ഠകരമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ മുത്തശ്ശനായി വളരെ കാലം ആയില്ല. അപ്പൊ അത് മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. കാരണം ഇപ്പൊ അടുത്ത തലമുറയ്ക്ക് അത്തരം ഒരു കാര്യം വേണമെന്നുള്ളതാണ് പുതിയ ചിന്താഗതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനൊന്നും അവർക്ക് മുഷിയാനോ നിന്നൊന്നും സമയമില്ല. അപ്പൊ അത്രയൊരു സാഹചര്യത്തില് മുത്തശ്ശനാവാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ആ രീതിയിലും പിന്നെ ആരോഗ്യത്തില് സാധാരണ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ അസുഖങ്ങളൊക്കെ വരും, അത് സാധാരണ ഉള്ളതാണ്. അത് നമ്മള് അതില്ലെങ്കിലേ പ്രശ്നമുള്ളൂ. അപ്പൊ ആ രീതിയിൽ അതെല്ലാം ഇതാണ്. സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. സഹകരണ മേഖല എന്ന് പറയുമ്പോ സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയും വളരെ വിപുലമാണ്. അത് അനുഭവിച്ചറിയുമ്പോഴേ അറിയാവും. നമുക്ക് എവിടെ പോയാലും ഒരു പരിചിത മുഖമുണ്ടാകും. അത് എനിക്കങ്ങോട്ടില്ല. നമ്മളൊക്കെ അങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ടോ നമ്മളോട് ചോദിക്കും. അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ ഔദ്യോഗിക രംഗത്ത് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഔദ്യോഗിക രംഗത്ത് വേറെ കുഴപ്പമുണ്ട്. എന്താണ്, നമ്മളുടെ നിയന്ത്രണ ഉദ്യോഗസ്ഥന്മാരുടെ ചില പ്രശ്നങ്ങൾ വരും. ചിലപ്പോ നമ്മൾ തന്നെ അറിയാതെ ചില കാര്യങ്ങൾ വിട്ടുപോകും. അങ്ങനെ ഉള്ള കുഴപ്പങ്ങളിലൊന്നും വിടാതെ ഔദ്യോഗിക വൃത്തിയിൽ കാര്യപ്പൊന്നും ഇറങ്ങാതെ
സർവീസിൽ നിന്നും ലഭിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശിവകുമാർ സാർ. അപ്പോഴത്തെ സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹത്തിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ചില കുറിച്ച് നമ്മളെ കയ്യിൽ വരുന്നു. അത്തരം കാര്യങ്ങള് അദ്ദേഹത്തിന്റെ ഭാഗമാണ്. ചിലപ്പോൾ നമ്മളുടെ നിയന്ത്രണ ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടില്ല. ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളത് എടുത്തോമെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. ചിലർക്ക് ചില അഭിപ്രായങ്ങൾ പൊതിഞ്ഞു പറയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ചിലർ അങ്ങനെ പൊതിഞ്ഞു പറയാൻ തയ്യാറില്ല. ഉള്ള കാര്യം ഇതാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേലുദ്യോഗസ്ഥന് അത്ര തന്നെ സൂചിക്കണമെന്നില്ല. ചില ആൾക്കാർ അങ്ങനെയല്ല, മേലുദ്യോഗസ്ഥനെ സൂചിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം ഔദ്യോഗിക സേവനത്തിൽ. അത്ര ഒരു വ്യക്തി ആയിരുന്നില്ല. എന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്താറുണ്ട്, പറയാറുണ്ട്. അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹം രംഗത്ത് അഭിപ്രായങ്ങൾ പറയണം, പറഞ്ഞാലേ അത് മേലുദ്യോഗസ്ഥന് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മേലുദ്യോഗസ്ഥൻ തന്നെ തെറ്റായ രീതിയിലുള്ള ഒരു കാരണത്തിൽ ഒരു തീരുമാനം എടുത്തു. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ യഥാസമയം പ്രതികരിച്ചാൽ മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ കഴിയൂ. അപ്പൊ ആ രീതിയിലും ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ട്. ആ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളെ ഈ സഹപ്രവർത്തകരുടെ ഒരു ലാളന കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ പറയുമ്പോ ആ ചെയ്യാൻ പറയുന്ന സ്വരം നന്നായാൽ കാര്യം. ഒരു ആള് നമ്മളിപ്പോ എത്ര കീഴുദ്യോഗസ്ഥനായാലും മേലുദ്യോഗസ്ഥന പറയുമ്പോ ആ ഒരു രാഷ്ട്രീയം പാടില്ല. അത്ര ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആരായാലും ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ആ രീതിയിൽ സ്ഥാപനത്തിന്റെ ഉയർച്ചയാണ് ലക്ഷ്യം. അല്ലാതെ തന്റെ അധികാരം പ്രയോഗിച്ച് വഞ്ചിക്ക് നിർത്തുക എന്നുള്ള ഒരു ലൈനിലോട്ട് ശശികുമാർ സാറ് പോയിട്ടില്ല. ആ രംഗത്തും എല്ലാ വിഭാഗം ജീവനക്കാർക്കും അദ്ദേഹത്തിന് ഒരു സ്നേഹമുണ്ട്. അത് മനസ്സിലാവുന്നവനെ ബോധ്യപ്പെട്ട സ്നേഹമാണ്. അല്ലാതെ ചില ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ സേവന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. നമ്മളുടെ ഇവിടെയുള്ള എല്ലാ മറ്റ് ഗസ്റ്റ് ഫാക്കൽറ്റി അംഗങ്ങളും ഇവരെല്ലാം ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ കവിഞ്ഞുള്ള ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ സംഭവിക്കാം. ഇപ്പൊ ഒരു ഫാക്കൽറ്റിക്ക് അസുഖം വന്നു, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെന്റ് നടന്നു, വളരെ വിഷമിക്കും. ചില സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടൂല. അപ്പൊ അത്തരം സന്ദർഭത്തിൽ അത് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ഇറങ്ങിയ സന്ദർഭവും സ്ഥാപനമുണ്ടായിട്ടുണ്ട്. സ്ഥാപനത്തിലെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ചിലപ്പോ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അതും പാർട്ടിസിപ്പൻസിന് കുഴപ്പമില്ലാതെ സ്ഥാപനത്തിന് ദോഷമില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകാനുള്ള ആ ഒരു എന്താണ് പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എടുക്കുക. ആ തീരുമാനം ദോഷകരമാകാത്ത രീതിയിൽ കൊണ്ടുപോകാനുള്ള സ്ഥാപന മേധാവിയുടെ ഒരു കഴിവാണ്. അത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ എല്ലാ രീതിയിലും നല്ലതായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് സ്ഥാപനത്തിനും തനിക്കും തന്റെ സഹപ്രവർത്തകർക്ക് ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി. അദ്ദേഹം ഈ ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് പടിയിറക്കമുണ്ട്. ബ്രിട്ടീഷുകാർ പറഞ്ഞ റിട്ടയർമെന്റ് പീരീഡ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ റിട്ടയർ ചെയ്യണം. ആ ജീവിതത്തിന്റെ ഓരോ സ്റ്റേജിലും ഉണ്ട്. ഇപ്പൊ കോഴി കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആഹാരം എല്ലാം കിട്ടിയിട്ട് കൊടുത്ത് അതിനെല്ലാം കഴിഞ്ഞു. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വള്ളക്കോഴി എന്ത് ചെയ്യും? കൊച്ചു കോഴികളെ കൊത്തി ഓട്ടിക്കും. ഇത് തനിയെ പോയി ആഹാരം കഴിക്കണം. അല്ലാതെ ഞാൻ കൊണ്ടുവന്ന് ഒത്തി വെച്ചില്ല. അതുപോലെ നമുക്ക് ഓരോ ഘട്ടഘട്ടമായി ഇവിടെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അനിവാര്യതയാണ്. അത് ഡയറക്ടർ സ്ഥാനത്തുള്ള റിട്ടയർമെന്റേ ഉള്ളൂ. അധ്യാപനം എന്നുള്ള കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിട്ടയർമെന്റ് ഇല്ല. മരണം വരെ അധ്യാപകനായി തുടരാം. അതിന് അയലാരോഗ്യങ്ങൾ ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ അധ്യാപകർക്ക് ഒരു ആ രംഗത്ത് അദ്ദേഹത്തിന് തുടർന്നും ഈ സഹകരണ വിശാലമായ സഹകരണ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഇതിവൃത്തം ഉണ്ടാക്കാനുള്ള
ഇതുണ്ടാകട്ടെ എന്ന് ദേവീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു അവസരം തന്നതിന്റെ ഭാരവാഹികളെ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട അഡീഷണൽ RCS ശ്രീ പത്മവാസ നമ്മളോടൊപ്പം 2 വാക്ക് സംസാരിക്കാനായി സാധാരണ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശശികുമാർ സാർ, വേദിയിലും സംസാരിക്കുന്ന പ്രിയപ്പെട്ടത്, ഞാൻ ശശികുമാർ സാറെ കാണുന്നത് 2010 ICMന്റെ ഒരു നമ്മുടെ സാർമാരുടെ ഒരു ട്രെയിനിങ്ങിനാണ് സാറിനെ കാണുന്നത്. അത് കണ്ണൂരായിരുന്നു. അത് കഴിഞ്ഞ് കോഴിക്കോട്, അതേ അവസരത്തിൽ കോഴിക്കോട് നമ്മുടെ സാറിന്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, ഒരു ഹരീഷ്. അവർ അന്ന് കോഴിക്കോട് JR ആയിരുന്നു. അന്ന് JR അല്ല, അന്ന് AR ആയിരുന്നു. ഹരീഷ് സാറിനെ പരിചയപ്പെടുത്തുകയും അവർ ഒരുമിച്ച് പഠിക്കുകയും ചെയ്തതാണ്. അപ്പൊ ആ പരിചയം പിന്നെ തുടർന്ന് ഇന്ന് വരെ കൊണ്ടെത്തിച്ചു. ആ സാറിന്റെ ഇത് പറയുന്നത് സാറിന്റെ സിംപ്ലിസിറ്റിയാണ്. കാരണം ആരെ കണ്ടാലും ഒരിക്കൽ പരിചയപ്പെട്ടവരെ പിന്നെ വീണ്ടും ആ പരിചയം പുതുക്കുകയും കണ്ടിന്യൂസ് കൊണ്ടുപോകാൻ സാർ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ നിസാർ ഓഫീസിൽ പല സീറ്റിൽ ഇരിക്കുമ്പോൾ സാറി പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളെ കാണാം. നിസാർ ഓഫീസിൽ എവിടെയൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം. ചില രാഷ്ട്രീയ ചുറ്റുപാടിൽ കാരണം ചില ബാങ്ക് പ്രസിഡന്റുമാർ മറ്റവരൊക്കെയാണ് അവർ വന്ന് നമ്മളോട് ഇൻഡിഫറെന്റ് ആയിട്ടൊക്കെ പെരുമാറുന്നത് കാണാം. മൂന്നോട്ട് പിടിയുണ്ടെങ്കിൽ താഴോട്ട് ഉണക്ക സ്വഭാവം ഉണ്ടാകുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ എങ്കിലും സാറിന് ആ മുടി വന്ന് കഴിയുമ്പോൾ ഏത് വിവരക്കാരായാലും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടായാലും JR ആയാലും രജിസ്ട്രാർ ആയാലും പെരുമാറുന്ന ഒരു ഭയങ്കര ഒരു കംപ്ലീറ്റ് മെത്തേഡിലാണ് സാർ ഇടപെടുന്നത്. അതിന് സാറിന് അതിൻ്റെതായിട്ടുള്ള അംഗീകാരം ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. സാർ എപ്പോഴും രജിസ്ട്രാർ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും സാർ എന്താ പറഞ്ഞത് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കാറുണ്ട്. അത് സാറിന്റെ സിംപ്ലിസിറ്റി. പിന്നെ സാറ് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും സാറ് ഏത് പ്രോഗ്രാം പോയാലും സ്റ്റാറ്റസ്. അപ്പൊ സാറിന്റെ നമ്പർ ചെയ്യാൻ പോലെ 2010 മുതലുണ്ട്. 10 മുതൽ എല്ലാ പരിപാടിയും സാർ പോകുന്ന സ്റ്റാറ്റസ് കാണാറുണ്ട്. എല്ലാം നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിലെ പരിപാടിയാണ്, കൂടുതൽ കോപ്പറേറ്റീവ് സെക്ടറിലെ പരിപാടിയാണ്. പിന്നെ ഈ സാറ് പരിപാടിക്ക് അടുത്ത പോയിരുന്നു. നേരത്തെ അധ്യാപകർക്ക് പറഞ്ഞതുപോലെ ഒരു റിട്ടയർമെന്റ് ഏജ് ഇല്ല. ഇപ്പം കേരള സർക്കാർ ജീവനക്കാർക്ക് 56, കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും 58, കുറച്ചുപേർക്ക് 60, കുറച്ചുപേർക്ക് ലോക്കലൈസിംഗൊക്കെ 62. അങ്ങനെ പലവിധ ഏജിൽ റിട്ടയർ ചെയ്യുന്നവരാണെങ്കിലും ഇപ്പൊ ഒരുവിധ ഹെൽത്ത് എല്ലാവർക്കും ഉണ്ട്. അപ്പം ആ ജോലി ധാരാളം പേര് പലവിധ നല്ല നല്ല ജോലികൾ ചെയ്തു വരുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരുണ്ട്. നമ്മളോട് റിട്ടയർ ചെയ്തവര് സിനിമയിൽ അഭിനയിക്കാൻ ധാരാളമുണ്ട്. അപ്പൊ അങ്ങനെ കഴിവുള്ള ഏത് മേഖലയാണ് കഴിവുള്ളവർ ആ മേഖലയിലേക്ക് പോകാം. സാറിന് എന്തായാലും ടീച്ചിങ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ സാറ് 31 വരെ ഇവിടെ ആയിരിക്കും. 1-ാം തീയതി ഞായറാഴ്ച, അന്ന് പ്രത്യേകിച്ച് കഴിവില്ല. 2-ാം തീയതി ഇവിടെ ക്ലാസ് എടുക്കും സാറിന്. അപ്പൊ സാറിന്റെ ഈ വിലപ്പെട്ട കിട്ടിയ അറിവുകൾ മറ്റുള്ള പിള്ളേർക്കോ അല്ലെങ്കിൽ മറ്റുള്ള സഹകാരികൾക്കോ പകർന്നു നൽകാൻ ദൈവം എല്ലാവിധ ആശംസകളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ക്രിസ്തുദാസ് സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനമുള്ള നമ്മുടെ യോഗാധ്യക്ഷൻ ഡോക്ടർ ജയമോഹൻ സാർ, നാളെ ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന ICM ഡയറക്ടർ ശശികുമാർ സാർ, നമ്മുടെ ICMലെ മുൻ ഡയറക്ടറായിരുന്ന RK മേനോൻ സാർ, ഇവിടെ സന്നിധരായിരിക്കുന്ന ICMലെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതുപോലെ എൻ്റെ സുഹൃത്തുക്കള്, അതുപോലെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും, ഞാൻ പ്രത്യേകമായി നമ്മളെ ചെയ്യുന്ന ശശികുമാർ സാറിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു വലിയ ഘടകമുണ്ട്. സാർ എപ്പോഴും ഒരു സ്നേഹ ബഹുമാനത്തോടു കൂടി, ഒരു പുഞ്ചിരിയോട് കൂടി നമ്മളോട് സംസാരിക്കും. അത് നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം. ഇത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യം. അതുപോലെ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നവർ പറയാറുണ്ട്, സാറിന്റെ ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള പഠനം ഞങ്ങൾക്ക് വല്ലാത്ത ഒരു എനർജി കിട്ടും. അത് സാറിന് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ഗുണം തന്നെയാണ്. ഇത് സാറ് സമൂഹത്തിന് ഒരു മാതൃകയായി പകർന്നു തന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് പിന്തുടരുന്നത് ഒരു നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിവിടെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഞാൻ നേരെ നോക്കുന്നത് സാറോടെ ഉണ്ടോ എന്നാണ്. എങ്കിലും സാറിന്റെ മുന്നിൽ പോയി
ഒന്ന് സംസാരിച്ചിട്ട് വരുമ്പോ എനിക്ക് എത്തുന്നില്ലാത്ത ഒരു എനർജി അന്നത്തെ ക്ലാസ്സിന് കേട്ടു. കാര്യം സാറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്നേഹ ബഹുമാനത്തോടു കൂടി ഒരു പുഞ്ചിരിയോടു കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. മനസ്സിൽ നിന്ന് ഒരിക്കലും മാറ്റി പോകില്ല. അപ്പോൾ ശശികുമാർ സാറ് നമ്മുടെ മനസ്സിൽ നിന്ന് ജീവിക്കും. ഇനി തുടർന്നുള്ള സാറിന്റെ ലൈഫിലും ഈശ്വരൻ ഇതുപോലുള്ള നന്മകൾ നേരട്ടെ എന്നും സാറിന്റെ തുടർന്നുള്ള ലൈഫ് വളരെയധികം സുഖപ്രദവും സമാധാനപ്രദവും ആനന്ദപ്രദവും ഒക്കെ ആയി തീരട്ടെ എന്നും ഒക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചോദിക്കും. അടുത്തതായി ബഹുമാനപ്പെട്ട ശ്രീ ഗിരീഷ് കുമാർ സാർ നമ്മളോടൊപ്പം രണ്ടു വാക്കുകൾ പറയാനായി സാധിച്ചു. ബഹുമാനായ കുമാർ സാർ, ജയമോഹൻ സാർ, മേനോൻ സാർ, വേദിയിലിരിക്കുന്ന മറ്റ് സാറിന്റെ സാറിന്റെ ഫാക്കൽറ്റീസ്, ഇവിടുത്തെ വിദ്യാർത്ഥികളെ, കേരളത്തിലെ സഹകരണ മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ മേഖലയാണ്. ഏറ്റവും കൂടുതൽ കോപ്പറേറ്റീവ് ബാങ്കുകളുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്നും ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ഈ സഹകരണ ബാങ്കുകളെ ഇന്നത്തെ രീതിയിലെങ്കിലും ചെറിയ കുഴപ്പമൊന്നും അവരവിടെ കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ രീതിയിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഒന്ന് ഇവിടെ വരുന്ന നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന ആളുകളെ, ഡയറക്ടർമാരെ, ബോർഡ് മെമ്പർമാരെ, അതുപോലെ സെക്രട്ടറിമാരെ, മാനേജർമാരെ, സ്റ്റാഫിനെ എന്താണ് കൃത്യമായി സഹകരണം ചെയ്യേണ്ടത് ബാങ്ക് ബ്രാഞ്ചുകൾ, അതുപോലെ ഈ മേഖലയിൽ കൃത്യമായി എന്താണ് വിഭാവന ചെയ്തിരിക്കുന്നത്, അതിലൊരു ഭാഗമായി ബാങ്കിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കാനും കഴിഞ്ഞ വർഷമായി കഴിഞ്ഞാൽ 22 വർഷമായി സാറുടെ ഇപ്പോഴും ഈ നാരായണൻ എന്ന് പറയുന്ന നമ്മുടെ സാറ് മരിച്ചുപോയ ഏറ്റവും വലിയ സഹകാരി കിഗ്മയുടെ നമ്മുടെ കേരള കോപ്പറേറ്റീവ് യൂണിറ്റ് ചെയർമാനായിരിക്കുന്ന കാലത്താണ് എന്റെ ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് ലീഡ് ബാങ്ക് മാനേജറായിരിക്കുമ്പോ എന്നെ കോപ്പറേറ്റീവ് മേഖലയിലെ ട്രെയിനിങ്ങിനായിട്ട് പോകും. ഞാൻ വാസ്തവത്തിൽ ബാങ്കിലെ പ്രവർത്തനങ്ങളും പഠിപ്പിക്കലും ഒക്കെ ചെയ്യുമെങ്കിലും അവിടെ തൊട്ട് സാറുമായിട്ട് പരിചയപ്പെട്ടപ്പോഴാണ് വാസ്തവത്തിൽ ICM ഒരു ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വന്നാൽ ഞാൻ റിട്ടയർ ചെയ്തതിനു ശേഷവും ഇന്നും ഞാൻ ഇവിടെയും ഒക്കെ ഫാക്കൽറ്റി ആയിട്ട് ഇരിക്കും. അപ്പൊ ഈ സഹകരണ മേഖലയെ നിലനിർത്തുന്നതിന് അതിന്റെ സൗണ്ട് പ്രാക്ടീസ് പകർന്നു കൊടുക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം കൊടുത്ത ഒരാളാണ് ശശികുമാർ. ഞാൻ സാറിന് നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ചില സെമിനാറുകളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോ പലപ്പോഴും സാർ അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ട് പലപ്പോഴും പറയും നമ്മുടെ ഇടയ്ക്ക് ഇതുപോലെ ഗസ്റ്റായിട്ട് വരും. എന്തായാലും ഈ സ്ഥാപനം കേരളത്തിലെ സഹകരണ മേഖലയിൽ നൽകിയ സംഭാവന നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയും. അതിന് നേതൃത്വം കൊടുത്ത ആളുകളെ നമുക്ക് എപ്പോഴും സ്നാപിക്കണം. മേനോൻ സാറായാലും ജയമോഹൻ സാറായാലും ശശികുമാർ സാറായാലും. എന്തായാലും ശശികുമാർ സാർ ഒരുപാട് നിന്നുകൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ശശികുമാർ സാർ കോപ്പറേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്ന ശശികുമാർ സാറാണ് എന്ന് പലപ്പോഴും കേൾക്കാറുണ്ട്. സർക്കാരിന്റെ തന്നെ നല്ല പോസ്റ്റുകൾ സാറിന് നല്ലോണം നേടി വരുന്നതാണ് എന്റെ ഒരു വിദഗ്ധമായ ഒരു വിലയിരുത്തൽ. കാരണം ഒരുപാട് സ്ഥാപനങ്ങളിൽ അത്തരത്തിൽ നേതൃത്വ സ്ഥാനം അലങ്കരിക്കാൻ പറ്റിയ ആളുകളിൽ ഒരാൾ കൂടിയാണ് സാർ. സാർ വളരെ സൗമ്യഭാഷിതനാണ്. കർമ്മണ്യവാധികാരത്തെ മാ ഫലേഷു കഥാചനം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. നിങ്ങൾ കർമ്മം ചെയ്യുക, ഫലം താനേ വന്നുകൊള്ളുന്നു. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ശശികുമാർ സാർ. താൻ ചെയ്യേണ്ട ഇതിന് ഡയറക്ടറായിരിക്കുമ്പോഴും സൗമ്യഭാഷിതനായ അദ്ദേഹം വളരെ ലളിതമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ കണ്ണ് എല്ലാ ഭാഗത്തും ഉണ്ടാകും. ഞാനാണ് എന്റെ കീഴിൽ നടക്കുന്ന ഈ സ്ഥാപനത്തില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ അറിയും എന്ന ആരോഗ്യം മാത്രമേ നമുക്ക് ഒരു സ്ഥാപനത്തിന് ഹെഡായി പ്രവർത്തിക്കാൻ കഴിയൂ. മേനോൻ സാറും അത്തരത്തിൽ വളരെ സൗമ്യനാണ്. തങ്ങൾക്ക് പല സ്ഥാപനങ്ങളിലൊക്കെ പല കാര്യങ്ങളിലൊക്കെ പ്രവർത്തിക്കാറുണ്ട്. എന്നാലും ചില കമ്മിറ്റികള്, ചില ബോർഡുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. പരീക്ഷകൾ തയ്യാറാക്കുന്നതിന്, സിലബസ് തയ്യാറാക്കുന്നതിനൊക്കെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ദീർഘിപ്പിക്കുന്നില്ല. പാണ്ഡ്യേക സമരങ്കരോധി പുരുഷം സംസ്കൃതേ ചീയത്തെ ഭൂഷണാനി സതതം വാഗ്ഭൂഷണം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. വാക്കാണ് ഏറ്റവും വലിയ അലങ്കാരം. എല്ലാ ആഭരണങ്ങളും ആടകളും എല്ലാം നഷ്ടപ്പെട്ടാലും അവശേഷിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്.
അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ കാര്യം. എന്തായാലും ശശികുമാർ സാർ ഈ സ്ഥാപനത്തിൽ നിന്ന് വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ അടയാളപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടാണ് കണ്ണൂരായാലും അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ മുഖമുദ്ര ചാർത്തിയിട്ടാണ് അദ്ദേഹം വിടവാങ്ങാൻ പോകുന്നത്. അദ്ദേഹത്തിന് എല്ലാ ആരോഗ്യ സമ്പൽ സമൃദ്ധിയും നേരുന്നു. ഇനിയുള്ള കാലം വളരെ സജീവവും ചടുലവുമായ ഒരു വിരമിത അനന്തര ജീവിതം നയിക്കട്ടെ. ഞാനൊക്കെ റിട്ടയർ ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞു. പക്ഷേ റിട്ടയർ ചെയ്തതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത്. ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലാണ്, RCGന്റെ ഫാക്കൽറ്റിയാണ്. ഒരുപാട് ഇതിനകത്ത് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ ഔദ്യോഗികമായി 10-40 ദിവസം ജോലി ചെയ്താലും ഏറ്റവും ആനന്ദം അനുഭവിക്കുന്നത് പഠിക്കുന്നതിലാണ്. അദ്ദേഹത്തിന് എല്ലാ നന്മകളും നേരിട്ടു. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഔന്നത്യത്തിന് അദ്ദേഹത്തിന്റെ സംഭാവന ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമെന്ന് മനസ്സിലാക്കി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രത്യേക മൊമെന്റിലെ വിശിഷ്ട അതിഥിയായിരിക്കുന്ന പ്രിയപ്പെട്ട ശശികുമാർ സാർ, ഈ വേദിയിൽ തന്നെയുള്ള പ്രിയപ്പെട്ട മേനൻ സാർ, മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ആമുഖ പ്രഭാഷണത്തിൽ ജയമോഹൻ സാറിന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ ലഭിക്കും എന്നുള്ളത് കൊണ്ട് സാറിന്റെ വളരെ ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സാർ വളരെ ഫ്രീ ആയിരിക്കുന്നതാണെന്നത് വളരെ പ്രത്യേകമായ സന്തോഷമുണ്ട്. ശശികുമാർ സാറിന്റെ റിട്ടയർമെന്റിന്റെ ഈ വേളയിൽ വളരെ ടെൻഷൻ ഫ്രീ ആയിരിക്കുന്ന ജയമോഹൻ സാറിനെ കാണുന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട്. ശശികുമാർ സാറിനെ ഞാൻ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഇടയ്ക്ക് ചില ഐസിഎമ്മിന്റെ ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന അങ്ങനെ കണ്ട പരിചയമുണ്ടായിരുന്നു. പക്ഷെ സാറിന് ഏറ്റവും കൂടുതൽ അടുത്ത് പരിചയപ്പെട്ടത് ഇവിടെ സ്ഥാപനത്തില് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് ഞാൻ വരികയും സാറ് ഈ സ്ഥാപനത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ്. വളരെ കുറച്ച് സമയമാണ് ഏറ്റവും അടുത്ത ഇടപെടാൻ അവസരം ലഭിച്ചതെങ്കിലും സാറിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി അത് ഇനിയും അധ്യാപന രംഗത്ത്, സഹകരണ മേഖലയുടെ പെരുമോഷണ രംഗത്ത് ഇനി ഒരുപാട് ലഭിക്കും. ഈ മേഖലയിൽ സാറ് ഐസിഎമ്മിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ താൽക്കാലികമായി രാമകുറിക്കുമെങ്കിലും പുതിയൊരു വഴി തുറന്നിട്ട് തന്നെയാണ് പോകുന്നത്. സമൂഹത്തില് എവിടെയായാലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട്, പ്രത്യേകിച്ചും സഹകരണ പ്രസ്ഥാനത്തിന്റെ നെടുന്തുണായി കേരളത്തിലാകമാനം ഇനി പ്രവർത്തിക്കാൻ ഒരുപാട് അവസരമുണ്ട്. ഔദ്യോഗിക ചിട്ടവട്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഏറെ സ്വതന്ത്രമായി ചിന്ത പങ്കുവയ്ക്കുന്നതിനും ഏറെ ആളുകൾ പകർന്നു നൽകുന്നതിനും ഇനിയും അവസരമുണ്ട്. സംസ്ഥാനത്തിൽ തന്നെ ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഏത് കോണിൽ ചെന്നാലും ഐസിഎമ്മിന്റെ ഡയറക്ടറായിരുന്ന റിട്ടയർ ചെയ്ത ശശികുമാർ സാർ എന്നുള്ളതിനും അപ്പുറമായി ശശികുമാർ സാർ എന്ന സഹകരണ രംഗത്തെ പ്രാഗൽഭ്യത്തിന്റെ വ്യക്തിമുദ്ര ഇനിയും ഏറെ പ്രശോഭിക്കും. സാറിന് ഏറ്റവും അനുഗ്രഹകരമായ തുടർന്നുള്ള സന്തോഷപ്രദമായ ഒരു വഴി തുറക്കപ്പെടും. പ്രത്യേകിച്ച് മേനൻ സാറിനെ കൊടുക്കാണ്ട് സാറിന്റെ ജീവിതം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നതിൽ കുറെ ആളുകൾ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് നാളെ മുതൽ അടുത്ത ദിവസങ്ങൾ മുതൽ ചുമതലകൾ ഏറ്റെടുക്കാൻ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ചുമതലകൾ ഏറ്റെടുക്കാൻ പോകുന്ന ആളുകൾക്ക് നല്ല പാഠങ്ങൾ ഇവിടുന്ന് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നയന വിശേഷണത്തിലൂടെയും ഒക്കെ ലഭിച്ച ഒരു പ്രോഗ്രാം കൂടെയാണ്. അതുകൊണ്ട് അതിൽ വളരെ പ്രത്യേക സന്തോഷമുണ്ട്. യാത്രായോഗത്തിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്ന വളരെ അപൂർവമായിട്ടുള്ള വളരെ സന്തോഷകരമായ ഒരു അനുഭവം പങ്കുവെക്കുന്ന ഈ വേളയിൽ ഈ മേഖല, ഈ രംഗത്തെ ഏറ്റവും മഹത്തരമായ സംഭാവനകൾ നൽകിയ മുദ്രേന്ദ്ര സാറും ഗോപാൽ സാറും ഒക്കെ ഇരിക്കുന്ന ഇങ്ങനൊരു സദസ്സില്, ഇങ്ങനൊരു വേദിയില് ഞങ്ങളെ പോലുള്ള ആളുകൾക്കും കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം കിട്ടിയുള്ള സന്തോഷമുണ്ട്. സാറിനോട് കുറച്ചു കാലമാണ് ഞാൻ വളരെ അടുത്ത ഇടപെടാൻ കഴിഞ്ഞതെങ്കിൽ ഇനിയും ഏറെക്കാലം ഈ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ചിത്രവട്ടങ്ങൾക്ക് വെളിയിൽ നിന്ന് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. സാറിന് എല്ലാ സന്തോഷങ്ങളും ഭാവങ്ങളും ആശംസിക്കുന്നു. ടെൻഷൻ ഫ്രീ ആയ സ്വതന്ത്രമായ ചിന്തകൾ ഏറ്റവും നന്നായി പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വഴിയിലേക്ക് പ്രവേശിക്കാൻ സാറിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസകൾ നൽകുന്നു. എല്ലാവരും ആശംസിക്കുന്നു. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട റസീദ് സാറിന് രണ്ടു വാക്കുകൾ. ബഹുമാനപ്പെട്ട നാളെ റിട്ടയർ ചെയ്യാൻ പോകുന്ന ശ്രീ ശശികുമാർ സാർ,
ജയകുമാർ സാർ, അതുപോലെ തന്നെ മേനോൻ സാർ, എന്റെ ഗുരുവാണ് ഇവിടെ ആന സാർ. എന്നെ HDCക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഞങ്ങൾ ആദ്യം HDC കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്റ്റേറ്റ് കോർപ്പറേറ്റ് യൂണിയനിലാണ് ആദ്യം ജോലി പ്രവേശിച്ചത്. ഇവിടെ അദ്ദേഹം ഞാൻ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് പത്മകുമാർ സാർ. ബാക്കി ഈ വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ശശികുമാർ സാർ നാളെ സർവീസിൽ നിന്നും പുറത്തു പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇനിയുള്ള കാലം അദ്ദേഹം ഈ സഹകരണ മേഖലയ്ക്ക് ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞത് അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം സഹകരണ മേഖല എന്ന് പറയുന്നത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇന്ത്യ വിട്ടത് കേരളത്തിലാണെങ്കിൽ ഈ പ്രസ്ഥാനമില്ലാത്ത ഒരു മേഖലയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ സേവനം ഇനിയും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡില് അദ്ദേഹം വളരെ പ്രശസ്തനാണ്. എനിക്ക് കുറച്ചു കാലത്തെ പരിചയം അദ്ദേഹമായിട്ടുള്ളൂ. ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു 1 വർഷത്തെ കാലയളവ് ഞാൻ അദ്ദേഹമായിട്ട് പരിചയമുള്ളൂ. ആ കാലയളവിൽ വളരെ എനിക്ക് തോന്നുന്നു ഒരു 4-5 പ്രാവശ്യം മാത്രം നേരിട്ട് കാണാൻ പോലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ആ വ്യക്തിത്വത്തിന് ഇനിയും ഒരുപാട് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് Dr. Rashmi. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഈ ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ 1-2 പ്രോഗ്രാമിന്റെ ഫീഡ്ബാക്ക് സെഷനിലും നമ്മൾ പങ്കുവച്ചതാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം സാറ് സാധാരണഗതിയിൽ നമ്മളൊരു ഡയറക്ടർ, നിങ്ങളുടെ പ്രിൻസിപ്പൽ, മറ്റുള്ള കോളേജുകളിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലീഡറായി നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനോ ക്ലാസ് എടുക്കുന്നതിനോ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഡയറക്ടർ, ഇൻ കേസ് ഓഫ് ഞാൻ IMK കാര്യവട്ടത്താണ് പഠിച്ചത്. അപ്പൊ അവിടെ ഡയറക്ടർ ഉണ്ട്. അപ്പൊ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആളാണ്. മറ്റുള്ള ഡ്യൂട്ടികളൊന്നും അവർ എന്ത് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ സാറിന് നമുക്ക് മെയിൻ കാര്യങ്ങളിൽ കിട്ടാറില്ല. സാർ ഓടി നടന്ന് ക്ലാസ് എടുക്കുക. സാറിന് മസ്റ്റ് ആയിട്ട് ക്ലാസ് വേണം. അതൊരു പക്ഷേ 1-2 സെഷനിൽ തീരത്തുള്ളൂ. 5 ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ കിട്ടുന്ന സമയങ്ങളിലെല്ലാം സാറ് ക്ലാസ് എടുക്കാറുണ്ട്. നമ്മൾ വളരെ അതിശയത്തോടെ നോക്കിയിട്ടുണ്ട്, സാർ എങ്ങനെയാണ് ഇത്രയും ക്ലാസ് എടുക്കുന്നത്. ഒരു 2 സെഷൻ തുടക്കക്കാരെന്ന നിലയിൽ ഇപ്പൊ ക്ലാസ് എടുക്കുക, പറയുന്ന പോലെ MBA പഠിപ്പിക്കുക അല്ലെങ്കിൽ MCOM പഠിപ്പിക്കുക, അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കുറച്ചു നേരം കുട്ടികളോട് സംസാരിച്ച് കാര്യങ്ങൾ പറയുകയൊക്കെ പറഞ്ഞൊക്കെ ഇരുന്ന് അതിനിടയിൽ കൂടി നമ്മൾ ക്ലാസ് എടുക്കുന്നു. പക്ഷെ ഒരു ട്രെയിനിങ്ങിന് കയറുമ്പോൾ നമുക്ക് ഒരു പരിചയവുമില്ലാത്ത കുറെ ആൾക്കാരാണ്. അവിടെ നമുക്ക് ഇൻഫോർമൽ ടോക്കിന് യാതൊരു സാധ്യതയുമില്ല. ഫോർമലി മാത്രമാണ് നമ്മൾ അവരുമായി സംസാരിക്കുന്നത്. ഒരു ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് 2 സെഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തളരും. അതാണ് സിറ്റുവേഷൻ. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ സാർ എങ്ങനെയാണ് ഇത്രയും ക്ലാസ്സുകൾ, അത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആ ഒരു പുഞ്ചിരി, ആ ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത്. ഞാനും ഇവിടെ വന്ന ശേഷം ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് സാറിന്റെ ക്ലാസ് ആണ്. മെയിൻ ആയിട്ടുള്ള റീസൺ, നമുക്ക് അല്പം പോലും ആ ക്ലാസ്സിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകാൻ തോന്നും. അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഒരു അല്പം പോലും നമുക്ക് നമ്മളെ ബോറടിപ്പിക്കാതെ ഒരു സബ്ജക്ട് തന്നെ പല രീതിയിൽ, ചിലപ്പോൾ സാർ ഇവിടെ നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു LTPT ഇവിടെ കേൾക്കുന്ന അതേ സബ്ജക്ട് ഞാൻ കരുനാഗപ്പള്ളിയിൽ പോയപ്പോഴും കേട്ടു. പക്ഷെ അത് വ്യത്യസ്തമായ രീതിയിലാണ് സാറിന്റെ അവതരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് തന്നെ സാറിന് ഒരു റിട്ടയർമെന്റ് ലൈഫ് ഈ പറയുന്നത് പോലെ ചിലപ്പോൾ ശനി ഞായർ സാർ തിങ്കളാഴ്ച വീണ്ടും ക്ലാസ് എടുക്കാൻ വരും. അതുകൊണ്ട് ആ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഉണ്ട് എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നില്ല. ഈ പറയുന്നത് പോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ റിട്ടയർമെന്റ് ലൈഫിനെ പറ്റി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അതിനോടൊപ്പം തന്നെ നമുക്ക് കണ്ടുപഠിക്കേണ്ട കുറെ കാര്യങ്ങൾ. സാറിന്റെ സിംപ്ലിസിറ്റിയെ പറ്റി ഇവിടെ പറഞ്ഞു. അതുപോലെ തന്നെ സാറിന്റെ സംസാര ശൈലിയെ പറ്റി, മലയാള ഭാഷ ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിന്റെ ഒരു പ്രൊനൗൺസിയേഷൻ. സത്യത്തിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഇംഗ്ലീഷിനേക്കാൾ നല്ല രീതിയിൽ മലയാളം പ്രസന്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്കൊരു വേദിയെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും. സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ട് എത്ര വലിയ ആൾക്കാരെ, എത്ര ചെറിയ ഇവിടെ വരുന്ന ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയും ഒരു ഡയറക്ടർ എന്ന നിലയിലല്ല സാർ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒരു ഡയറക്ടർ ഇങ്ങനെ പെരുമാറാൻ സാധിക്കില്ലെങ്കിൽ അതിന് കീഴിൽ വരുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സായ നമുക്ക് എന്തുകൊണ്ട് അവരെ ചിരിച്ചുകൊണ്ട് നേരിടുകൂടാ, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിച്ചുകൂടാ? എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാനും സൗഹൃദമായ ഒരു അന്തരീക്ഷം അവരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരാളെ കൊണ്ട് ഒരു കാര്യം ഡയറക്ടർ എന്ന നിലയിൽ സാർ ഓർഡർ ചെയ്താൽ മതി, നമ്മൾ അതനുസരിക്കും. പക്ഷെ സാറാ പറയുന്ന രീതി, ആ രീതി ആ വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ സാറുമായി ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ എന്നൊരു സങ്കടം. വെറും 5-6 മാസക്കാലം മാത്രമേ നമുക്ക് സാറുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചുള്ളൂ. സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിനോട് ഉപരിയായിട്ട് ഇനി എന്ത് പുതിയ കാര്യം ചെയ്യാം? എക്സിസ്റ്റിംഗ് ആയിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഇനിയും നമുക്ക് ചെയ്യാം. പക്ഷെ അതിൽ ഒരു മേഖലയിൽ ഇനി എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം, എങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യാം, എങ്ങനെ അതിനെ അവതരിപ്പിക്കാം, ഇങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ചിന്താഗതികൾ. ഇന്ന് രാവിലെ തന്നെ നമ്മളൊരു മീറ്റിംഗ് കൂടിയപ്പോൾ ഇത് എങ്ങനെയല്ല ഏതെല്ലാം ഏരിയ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് നടത്താം, ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ ICMനെ മികവുറ്റതാക്കാം എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സാർ. അപ്പൊ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇനിയും സംസാരിക്കാൻ ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ട് ഞാൻ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ആരോഗ്യത്തോടു കൂടി ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാറിന് സാധിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോ നമ്മള് ഒത്തിരി കാര്യങ്ങൾ കേട്ടു. നമ്മള് ഇനി സ്നേഹാദരങ്ങൾ കൊടുക്കേണ്ട സമയമായി. ആദ്യമായി നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ 1 മാസമായി ഇവിടെ ട്രെയിനിങ്ങിലുള്ള കേരഫെഡിന്റെ പുതിയ തലമുറയിലേക്ക് അവർക്ക് സാറിനോട് ചില സ്നേഹാദരങ്ങൾ വേണ്ടി ക്ഷണിച്ചു. അല്ല സാർ നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചോ? Thank you, juniors. അടുത്തതായി യുവതലമുറ അവരെ ഫസ്റ്റ് ഇയർ കുട്ടികളെ ഇതൊരു ജസ്റ്ററുമായി വരുമ്പോൾ ഒരു ചെറിയൊരു കുറ്റബോധം വന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തിരക്കുകൾക്കിടയിൽ അവരെ ഒരു പ്രാവശ്യം പോലും ക്ലാസ്സിൽ കയറി ഒന്ന് മിസ് പോലെ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള വിഷമം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഒരു പരസ്യം ചെയ്തത്. senior secretary
Second year MBA. Yes. ഈ വർഷത്തെ UGC നെറ്റ് പാസ്സായ വ്യക്തി കൂടിയാണ്. പ്രിയപ്പെട്ട HDCM സ്റ്റുഡൻസ്, Thank you. ലഭ്യമായിരുന്ന സുദീർഘമായ സേവനത്തിന് ശേഷം സാറ് ഔദ്യോഗിക പദവിയിൽ ലഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ ഹെഡ് ഓഫീസിൽ നിന്ന് ന്യൂഡൽഹി നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രേഡിംഗ് അവരാണ് നമ്മുടെ എംപ്ലോയീസ്. അവിടെ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഔദ്യോഗികമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അവർ സാറിന്റെ സേവനം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ HCCTക്ക് ചെയ്ത സേവനത്തിന് പ്രകീർത്തിച്ചുകൊണ്ട് ചില ചടങ്ങുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ചെറിയ NCCTയിൽ നിരത്തിയ ഫലകം സാറേ ഇങ്ങോട്ട് നിങ്ങൾ കുറച്ചും സാർ ഇവിടെ നയങ്ങൾ സാർ ന്യൂഡൽഹിയിൽ നിന്ന് അയച്ചു തന്ന പൊന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പൊന്നാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാരുടെ നിയമോപഹാരം
നമ്മളൊരു സൈഡിൽ പോകുന്നുണ്ട് കാണാം. ക്യാമറ ഇവിടെ നോക്കണം. ഒരു സൈഡിലോട്ട് ക്യാമറ നോക്കണം. കൊടുക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ കുട്ടികൾ അവരുടെ അധ്യാപിക കോർഡിനേറ്റർ ശ്രീമതി ഡോക്ടർ ഗായത്രിക്ക് ഒരു സ്നേഹാദരം കൊടുത്തിട്ട് അതിലേക്ക് കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് സൈഡിലും ഇനി മറുപടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഡയറക്ടർ ശ്രീ വി ശശികുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഡയറക്ടർ ഇച്ചിയുടെ പഴയ ഡയറക്ടർ വാമികത്തിന്റെ റിട്ടയർഡ് പ്രൊഫസറായിട്ടുള്ള ശ്രീ മേനോൻ, മദൻ സാർ, പത്മനാഭ സാർ, തുളസീധരൻ സാർ, സുരേന്ദ്രബാബു സാർ, കൃഷ്ണ സാർ, സജിത് സാർ, ഗണേഷ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റാഫ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ TCയുടെയും MBAയുടെയും വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഇങ്ങനെ ഇത്രയും കാലം വർക്ക് ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ചടങ്ങിന് വേണ്ടി ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഏത് ചടങ്ങ് പ്രസംഗം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ പ്രിപ്പയർ അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ വാക്കുകൾ, ഇവിടെയുള്ള ഓരോ ആളും ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾക്ക് വല്ലാതെ ഒരു എക്സൈറ്റ്മെന്റും ഒരു ത്രില്ലും അതേസമയം കുറെ ചലഞ്ചും പ്രൊവൈഡ് ചെയ്യുന്ന കുറെ വാക്കുകളാണ് കിട്ടിയിരുന്നത്. ഒരു ഇവിടെ സംസാരിക്കണമെങ്കിൽ ശരിക്കും ഒരു മണിക്കൂർ സംസാരിക്കേണ്ടി വരും. പക്ഷെ ഇന്നത്തെ ഈ ഒരു സമയത്ത് കാലാവസ്ഥ മോശമാണ്, വളരെ വൈകിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോ ദീർഘിപ്പിച്ചത് സംസാരിച്ചതിന് ക്ഷമിക്കാൻ ഞാൻ മുതിരുന്നില്ല. കാരണം 32 വർഷം ഞാൻ മേനോനോട് സംസാരിക്കുകയാണ്. 32 വർഷം എത്ര വേഗത്തിൽ പോയി പറഞ്ഞു. പക്ഷെ ആ 32 വർഷം നിരവധി കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിരുന്നതാണ്, നേരിട്ടിരുന്നതാണ്. അതൊക്കെ പറയണമെങ്കിൽ വലിയൊരു സമയം എടുക്കുന്ന കാര്യം. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ICM എന്താണ് എന്ന് ICM വരുന്നവർക്ക് അറിയില്ല. ഇവൺ ICMലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് പോലും എന്താണ് ഈ സംവിധാനം എന്ന് വലിയ ധാരണയില്ലാതെ ഇന്റർനെറ്റ് കണ്ട ഒരു പരസ്യം കണ്ട്, ഒരു നമ്മുടെ അതിന്റെ എംപ്ലോയ്മെന്റ് ന്യൂസ് വന്നൊരു പരസ്യം കണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്താണ് ഈ സംവിധാനം എന്നറിയില്ല. പിന്നെ ഇന്റർവ്യൂ ഫേസ് ചെയ്തു. 1 വർഷത്തിന് ശേഷം എന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അപ്പോയിന്റ്മെന്റ് കിട്ടി. ആ സമയത്തും ആ സ്ഥാപനത്തെ കടന്നു ചെല്ലുമ്പോൾ പോലും എന്താണ് ഇതിന്റെ ഭാവമെന്ന് വലിയ ധാരണയില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുവരെ ഞാനൊരു പ്രൈവറ്റ് കോളേജിലെ ടീച്ചർ മാത്രമാണ്. ആ പ്രൈവറ്റ് കോളേജിൽ നിന്നും ICM പോലുള്ള ഒരു ക്യാമ്പസിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കണം എന്നുള്ളത് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. എന്റെ ബ്രദറോട് പറഞ്ഞൊരു വാദമുണ്ടായിരുന്നു, ഇതുവരെയുള്ള ടീച്ചിങ് സ്റ്റൈൽ അല്ല, ഒരു പ്രൈവറ്റ് കോളേജിലെ ടീച്ചിങ് രീതിയല്ല അവിടെ വേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അങ്ങനെ അത് മാറ്റിയെടുക്കാനുള്ള നിരവധി ശ്രമങ്ങളിലേക്ക് നിരവധി ആൾക്കാരെ നമ്മൾ രേഖപ്പെടുത്തേണ്ടി വരുന്നു. 95 കാലഘട്ടത്തിൽ എന്റെ വിഷയം, ഞാൻ ഇക്കണോമിക്സിൽ അൽഫിലാണ് ക്വാളിഫിക്കേഷൻ വരും. ഇക്കണോമിക്സ് വഴി ഒരു ബന്ധമില്ലാതെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന സബ്ജക്ട് ചെയ്യാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച ആ പ്രിൻസിപ്പലിനെ ഞാൻ ഇന്നും കടപ്പാടുകൂടി ഓർക്കുകയാണ്. കാരണം ഇക്കണോമിക്സിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ ഒരു ട്രെയിനർക്ക് പരിമിതിയും, പക്ഷേ OB പോയി ഓർഗനൈസേഷൻ ബിഹേവിയർ സബ്ജക്റ്റിലേക്ക് ആകുമ്പോൾ നമ്മുടെ സാധ്യത അനന്തമാണ്. ആ അനന്തമായ സാധ്യത എനിക്ക് വെട്ടി തുറന്നു തന്ന അന്നത്തെ വ്യക്തിപരമായ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ അയാളോട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അയാളുടെ ആ തീരുമാനത്തെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണെന്നാണ്. കാരണം ശശികുമാർ ഓർഗനൈസേഷൻ ബിഹേവിയർ, ഞാൻ OB എന്ന് വേണ്ടി ഓർഗനൈസേഷൻ ബിഹേവിയറിന്റെ ടെക്സ്റ്റ് പോലും കാണാത്ത കാലത്ത് ഞാൻ പറഞ്ഞു yes sir I am ready എന്ന്. ആ തീരുമാനം, അയാളുടെ തീരുമാനം, എന്റെ ഒരു ഉറപ്പ് ഇന്ന് എനിക്ക് ക്ലാസ്സുകളിലേക്ക് കയറി ചെല്ലാൻ കരുത്ത് നൽകുന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആ വിഷയത്തെ എങ്ങനെ നമുക്ക് സഹകരണത്തിലേക്ക് നമുക്ക് ഓറിയന്റ് ചെയ്യാം എന്നുള്ള ശ്രമമായിരുന്നതാണ്. അതിൽ ഏറെ വിജയിച്ചു. മാത്രമല്ല എന്റേതല്ലാത്ത ഒരു വിഷയം, എന്നെ ഏൽപ്പിച്ച വിഷയത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാറിനറിയാം HDC ഒക്കെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിലൊരു ഡ്രീമാണ് വൈകുണ്ഠം നാഷണൽ ഫാമിലിക്ക് ഒന്ന് ചുരുക്കപ്പേരാറ്. അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയി പോകാൻ വേണ്ടിയുള്ള ക്ഷണം കിട്ടുമ്പോൾ ഞാൻ ആകെ ഒരു പ്രത്യേക മൂഡിലാണ്. കാരണം എന്റെ സബ്ജക്ട് ഇക്കണോമിക്സ് ആണ്, പക്ഷേ എന്നെ വിളിച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. അതും ഒരു ചലഞ്ചായി. ആ ചലഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കഥയാണെന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM ഫാക്കൽറ്റിയുടെ കൂടെ ഇർമയിലെ ഫാക്കൽറ്റിയുടെ കൂടെ മത്സരിച്ച് ക്ലാസ് പെർഫോം ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഇല്ലാതെ മാനേജ്മെന്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻസിന് 25 ഹെഡ്സിലൂടെ ഫാക്കൽറ്റി ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു ചോദ്യാവലി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ IIM ഫാക്കൽറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഇർമ ഫാക്കൽറ്റി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഞങ്ങളെയും അവിടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പോറിലേക്കാതെ ആ 6 വർഷക്കാലം അവിടെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയായി തുടരാൻ സാധിച്ചു എന്നുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുമ്പോൾ എന്റെ കരുത്ത് മാത്രമല്ല, എനിക്ക് അന്ന് നൽകിയ ആ ഒരു തീരുമാനം, ആ പ്രിൻസിപ്പലിന്റെ തീരുമാനത്തെ ഞാൻ ഇന്ന് ഓർക്കാറുള്ളതാണ്. മാത്രമല്ല അതിനിടയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിന്റെ ഒരു കോഴ്സിന് ഞങ്ങൾക്ക് പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്. NCCT എന്ന് പറഞ്ഞ കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു മഹത് സ്ഥാപനം. അതേപറ്റി പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഇത്രയും സാധ്യതകൾ തുറന്നാകുന്ന ഒരു സ്ഥാപനം വേറെ ഇല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആണെങ്കിൽ നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ആ യൂണിവേഴ്സിറ്റി, ആ കോളേജ് അത് മാത്രമാണ്. പക്ഷെ ഞങ്ങൾക്ക് തന്ന നമ്മുടെ ഹൊറൈസൺ എന്ന് പറയുന്നത് രാജ്യം മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഇതാണ്. അതുകൊണ്ട് ആ IIM ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ NCCT ആണ്. അതൊരു കോളേജിലാണെങ്കിൽ ഒരു ഗവൺമെന്റ് കോളേജാണ് കിട്ടില്ല, പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ സാധാരണ പ്രൈവറ്റ് കോളേജ് കിട്ടില്ല. ചിലപ്പോ രാജഗിരി പോലെയുള്ള പ്രൈവറ്റ് കോളേജുകൾ മാത്രം കൊടുക്കുന്ന ഫെസിലിറ്റി ആണെന്നാണ്. അത് ഞങ്ങൾക്ക് തന്ന ഈ സംവിധാനത്തെ ഒരു തരത്തിലും എനിക്ക് അതാണ് എത്ര അപ്രീഷിയേറ്റ് മതിയാവില്ല എന്നാണ്. അതാണ് NCCയുടെ മഹത്വമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംവിധാനത്തിന്റെ മഹത്വം തിരിച്ചറിയാതെ ആരോഗ്യ ഫാക്കൽറ്റി ലെവലും മറ്റു ലെവലും വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയാണ്. അവിടെ ഈ സൗകര്യം ഒരുക്കുന്ന ആളുകളുള്ള കടപ്പാട് ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇതിനിടയിൽ പാരലൽ ഞങ്ങൾ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ആ പാരലൽ ശ്രമങ്ങൾ ഒന്ന്, ഞങ്ങളെപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. ഞങ്ങളെപ്പോഴും പറയുന്നത് എല്ലാവരും ലേണേഴ്സ് ആവണം, സ്റ്റുഡൻസ് ആവണമെന്ന് നമ്മുടെ പാർട്ടിസിപ്പൻസോട് പറയുമ്പോൾ ഇതൊന്നും ട്രെയിനർ ആവണം, നമ്മളും ലേണേഴ്സ് ആവണം, സ്റ്റുഡൻസ് ആവണം. അങ്ങനെയാണ് ഇന്ത്യൻ JCCന്റെ ജനറൽ ചാമ്പ്യൻ ഇന്റർനാഷണലിലെ ഏറ്റവും പ്രാഥമിക മെമ്പർഷിപ്പ് എടുക്കുകയും അതിനുശേഷം അതിന്റെ നാഷണൽ ലെവൽ ട്രെയിനർഷിപ്പിലേക്ക് എത്താൻ സാധിച്ചതും ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കൈകാര്യം ഒരു കോൺഫിഡൻസ് കുറച്ചുകൂടി നൽകിയെന്നതാണ്. ഇതിനിടയിൽ പല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ NCC ഉണ്ടായിരുന്നതാണ്. നമുക്കറിയാം നബാർഡിന്റെ ലക്നൌവിലുള്ള ബേർഡ് എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് CTFC ട്രെയിനിങ് പ്രോഗ്രാം തരുന്നത് അവരാണെന്നാണ്. ഇതൊക്കെ തന്നുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്താനുള്ള കുറെ എഫേർട്സ് NCC തരുമ്പോൾ നമുക്കൊരിക്കലും ഈ സംവിധാനത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു, അത് എത്രത്തോളം നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ കഴിയുന്ന പാവപ്പെട്ട കർഷകരാണ്, അല്ലെങ്കിൽ ഫാമിംഗ് മെമ്പേഴ്സ് ആണ്. ആ ഫാമിംഗ് മെമ്പേഴ്സിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ള അന്വേഷണത്തിലായിരുന്നു കുറെ വർഷക്കാലം നമ്മൾ. അതിന്റെ ഭാഗമായി ഒരു അഹങ്കാരം പറയാൻ വേണ്ടി എനിക്ക് ലഭിക്കുന്നത് ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി മാത്രമാണ്. ചെറുതും വലുതുമായ ഏകദേശം 10-35ഓളം സെമിനാറുകൾ, ശില്പശാലകളൊക്കെ സംഘടിപ്പിക്കാൻ കണ്ണൂരായാലും ഇവിടെയായാലും ഞങ്ങൾക്ക് സാധിച്ചത് ഈ സംവിധാനത്തിന് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നത്. അതായത് ഒരു കോളേജിൽ ഒരു പ്രൊഫസർക്ക് ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതിന് അതിന് മാനേജ്മെന്റ് വലിയ എപ്പോഴും വേണ്ടി. പക്ഷെ ഇവിടെ ഞങ്ങൾ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആവട്ടെ, ഒരു ശില്പശാല ആവട്ടെ, ഒരു സെമിനാർ ആവട്ടെ, അത് ഡിസൈൻ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഓഫീസ് തന്നു എന്നുള്ളത്
നമ്മുടെ ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്. ആ രീതിയിലാണ് ഏകദേശം 35ഓളം ഇവരുടെ പ്രാദേശിക, താലൂക്ക് തല, ജില്ലാതല, സംസ്ഥാനതല, ദേശീയതല, ഒന്നുകൂടെ പറഞ്ഞാൽ ചിലപ്പോ അതിരുകടക്കുന്നു എന്ന് തോന്നിയേക്കാം, ഒരു അന്താരാഷ്ട്ര സെമിനാർ കൂടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വെച്ച് ഞങ്ങൾക്ക് സാധിച്ചതാണ്. ഇന്റർനാഷണൽ കോമഡി അലയൻസുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരു 4 ദിവസം സെമിനാർ വെച്ച് സംഘടിപ്പിക്കുകയാണ്. ഇതൊക്കെ ചേർന്ന സൗകര്യം തന്നത് ഈ NCCK എന്ന് പറയുന്ന മഹത് സംവിധാനമാണെന്നാണ് പറഞ്ഞത്. ചില പോരായ്മകളൊക്കെ ഈ സംവിധാനം ഉണ്ടാവാം, ഇല്ലാന്നൊന്നും പറയാൻ കഴിയും. പക്ഷെങ്കിലും വലിയ റിച്ച് എക്സ്പീരിയൻസ് നമുക്ക് തന്ന ആ സംവിധാനത്തോടും അതിന്റെ എല്ലാ സഹപ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ സമയം ചെലവഴിക്കുന്നു. ഇവിടെ ഉപയോഗിച്ച ഓരോ വാചകവും ോണ്ടുള്ള എന്റെ നന്ദി എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് തീർച്ചയായും എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇന്നലെ രാവിലെ അടക്കം സംസാരിച്ച വിഷയം പുതിയ ഡിമാൻഡ്സ് NCCK പഴയ സമയത്ത് രീതിയിലില്ല. എനിക്കൊന്ന് NCCT ഇപ്പോൾ വരുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ നേരിട്ടാണ്. ആ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ നേരിട്ട് വന്നതുകൊണ്ട് തന്നെ പണ്ട് കുറച്ചുകൂടി നമുക്കൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആണ് നമുക്ക് പണ്ട് എന്ന് പറയാതെ മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ഇടപെടൽ വളരെ കുറവായിരുന്നു. പക്ഷെ ആ കോർപ്പറേഷൻ മിനിസ്റ്റർ സ്ഥാപിച്ച മുതൽ ഇപ്പോൾ ഇടപെടൽ ബന്ധം വളരെ ശക്തമായി എന്നുള്ളതാണ്. മാത്രമല്ല ഇടപെടൽ വളരെ കൂടിയതാണ്. അപ്പോ ആ രീതിയിൽ പുതിയ ഡിമാൻഡ്സ് വരാണ്. ഇന്നലെ വന്ന ഒരു ലെറ്റർ ഞാൻ ഷെയർ ചെയ്യാണ്. അത് മിസ്റ്റർ ജയമോഹനും ബാക്കി ടീം മെമ്പേഴ്സിന്റെ വലിയ ചലഞ്ചാണ്. 30,000 പേരാണ് ഈ വരുന്ന വർഷം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ 30,000 നിൽക്കുന്നില്ല, 50,000 കൂടി പറയുന്നത്. കാരണം വെച്ചാൽ നിലവിലെ ഫാക്കൽറ്റി സ്ട്രെങ്ത് വെച്ചുകൊണ്ട് 30,000 ഈ 3 പേരെ കൂടി റിക്രൂട്ട്മെന്റിലേക്ക് പോകുവാണ്. അത് അടുത്ത് റിപ്ലൈ വരും. അതുകൂടി വന്നു കഴിഞ്ഞാൽ 50,000 persons are being trained this year എന്നുള്ള ടാർഗറ്റിലേക്കാണ് പോയിട്ടുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് മനസ്സിലാകുന്നില്ല, NCCK സമീപനങ്ങളൊക്കെ ചില മാറ്റം വരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പുതിയ അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം മിനിസ്ട്രിയുടെ നിയന്ത്രണം അല്ലാതെ കൂടിയതിന്റെ ഭാഗമാണെന്നതാണ്. അപ്പോ ഇത്തരം വെല്ലുവിളി വരുമ്പോ ഇവിടെ അപേക്ഷിക്കാനുള്ളത് എല്ലാവരും അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടോപ്പ് ടു ബോട്ടം എവ്രിവൺ ഒരു വളരെ ഡെഡിക്കേറ്റ് ആയിരുന്ന വളരെ ടീം രീതിയിലുള്ള കമ്പൈൻഡ് ആയിരുന്ന ഒരു വർക്കിലേക്ക് പോയാൽ മാത്രമേ അത്തരം വിഷയം നേടാൻ സാധിക്കുന്നതാണ്. അതിൽ ഈ ഒരു എളിയവന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇനി നാളെ മുതൽ ഒരു ഔട്ട്സൈഡറാണ് അല്ലെ, ആ ഔട്ട്സൈഡർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. പറ്റാവുന്ന ഫിസിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ സാധിക്കുന്നതാണ്. അത് കൊടുക്കും എന്നുള്ള ഉറപ്പോട് കൊടുക്കും. കാരണം ഞാൻ എന്റെ പെറ്റ് ഓർഗനൈസേഷൻ എന്ന് കണ്ടിരുന്ന ICM കണ്ണൂരിനെയാണ്. പ്ലാന്റിംഗും ഞാൻ ഒരു വഴിപോക്കാരൻ എന്ന രീതിയിൽ ഒരു 4-5 വർഷം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്ത ICM കണ്ണൂരും 1.25 വർഷം മാത്രം വർക്ക് ചെയ്ത തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് എന്റെ മനസ്സിൽ പ്രിയപ്പെട്ട ഒരു ഓർഗനൈസേഷൻ മാറിയിട്ടുള്ളതാണ്. ആ മാറ്റത്തിന് കാരണം ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ രീതികളും സമീപനവും തന്നെയാണെന്നതാണ്. അതുകൊണ്ട് ഈ സ്ഥാപനം ഇനിയും മുന്നേറുന്നതിന് വേണ്ടിയുള്ള എന്റെ കഴിവിന്റെ പരമാവധി സഹായങ്ങൾ ഔട്ട്സൈഡിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ഞാൻ നൽകും എന്നുള്ള ഉറപ്പ് മാത്രം വെച്ചുകൊണ്ട് എന്നെ ആദരിച്ച ഓരോ വ്യക്തികളും ഓരോ വിഭാഗം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ നല്ല വാക്കുകൾ ഉപയോഗിച്ച എല്ലാവർക്കും മനസ്സുകൊണ്ട് എന്നോട് സ്നേഹം കാണിക്കുന്ന എല്ലാവർക്കുള്ള ഭാഷ നന്ദി രേഖപ്പെടുത്താൻ മാത്രം ഈ വേദി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും നാളുകളിൽ ICM തിരുവനന്തപുരം കേരളത്തിലെ ട്രെയിനിങ് സംവിധാനങ്ങളിൽ ഒരു മികച്ച സംവിധാനമായി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് ഒരു ചെറിയ ശ്രമങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. അത് നമ്മൾ ഏറെ വിജയിച്ചൊന്നോ അല്ലെങ്കിൽ പൂർണ്ണമായി വിജയിച്ചെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിച്ചിരുന്നു. അതിൽ ചെറിയ ഒരു 1%, 2%, 3% വിജയം നമ്മൾ നേടിയെന്ന് വേണം പറയാൻ. പക്ഷെ ഇനി അങ്ങോട്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ആ കാലത്ത് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എല്ലാവിധ സഹായ സഹകരണം ഈ സംവിധാനത്തിന് ദൂരെ നിന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഭാഷകൾ നന്ദിയോടെ ചെയ്യുന്നു. ഇപ്പോ ഇവിടെ നിൽക്കുമ്പോ ശരിക്കും വരുന്നുണ്ട്. ഞാനും എന്റെ ഔദ്യോഗിക ജീവിതം 30 വർഷം കഴിയുകയാണ്. 34 മുതൽ എന്റെ 31 വർഷം പറയാൻ പ്രത്യേക കാരണമുണ്ട്. അതിപ്പോ ഇവിടെ ലാസ്റ്റ് നിർത്തിയ കാര്യമെന്ന് വെച്ചാൽ 31 വർഷം തുടങ്ങാൻ പോലെ ചലഞ്ച് നോക്കി. അപ്പൊ ഇതില് തുടക്കം 95 ജൂൺ മുതല് അത് തുടങ്ങിയിരിക്കുന്നു. 2018 വരെ
വളരെ ശാന്തമായി വിടുകയാണ്. വളരെ വളരെ ശാന്തം. ഇത്രയും സുഖം അനുഭവിച്ച എന്താണ് ശുക്രദശ എന്ന് വേണമെങ്കിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെ ശാന്തമായിട്ട് സുഖിച്ച് ജീവിച്ചു എന്ന് ഞാൻ പറയും. ആ സുഖ ജീവിതത്തിൽ 2018 പിന്നെ ഒരു ചെറിയ മാറ്റം ഉണ്ടായത്. അതിന് കാരണക്കാരായ അതിനുശേഷമുള്ള കാരണക്കാരായ 2 വ്യക്തിത്വങ്ങൾ പ്രൊഫസർ ആർ.കെ. സാർ, ഇപ്പോഴത്തെ പ്രൊഫസർ ശ്രീ ശശികുമാർ സാർ. ഇത് രണ്ടുപേരും എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചത് പല രീതിയിലാണ്. പറയുന്നില്ല, സാറ് എന്നെ എന്നെ ഉണർത്തി എന്ന് പറയണമെങ്കിലോ അല്ലെങ്കിൽ ഈ ഞാൻ സുഖമായിട്ട് വളരെ സുഖിച്ചു പോയവരുടെ ജന്മനല്ല എന്നുള്ള രീതിയിൽ ട്രെയിനിങ്ങിന്റെ പുതിയ സാധ്യതകളിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് എന്നെ പിടിച്ചൊലച്ചത് ശശികുമാർ സാറാണ്. ഞാൻ തന്നെ അറിയില്ല. ഞാൻ എന്റെ ഭാര്യയോട് കഴിഞ്ഞ ആഴ്ച കുറച്ച് ദിവസം മുമ്പ് എന്റെ ജീവിതം റോളർ കോസ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകുമ്പോൾ ഞാൻ എന്താ തുടങ്ങുന്നത്, വൈകുന്നേരം എന്താ തീരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അതിപ്പോഴല്ല സാറേ, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വന്നപ്പോൾ തന്നെ പിറ്റേ ദിവസം തൊട്ട് തന്നെ എന്നിലേൽപ്പിച്ച ചില വാക്കുകൾ ഞാൻ ശരിക്കും ആദ്യമൊക്കെ ഞാൻ തന്നെ ഞാനിൽ പ്രാപ്തനാണോ, എന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആ സംശയത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നിരുന്നാലും ശശികുമാർ സാറ് ഇവിടെ സാറിന്റെ അടുത്ത് വന്നത് പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാറ് ഗവൺമെന്റ് ലോകത്താണ്. ഗവൺമെന്റ് ലോകം എന്ന് പറയുമ്പോൾ ട്രെയിനിങ്ങിന്റെ ലോകമാണ്. പിറ്റേ ദിവസം തന്നെ സാറിന് എല്ലാവരും വന്നപ്പോ തന്നെ 1 മാസത്തെ ഷെഡ്യൂൾ സാറ് തന്നു. ഞാൻ ഇന്ത്യൻ ബസ്സുകളിൽ ഇടയൊക്കെയാണ്. ഓക്കെ, അത് കൊള്ളാം, നല്ല കാര്യം. ഞാൻ അത് നോക്കിക്കൊള്ളാം. അത് എങ്ങനെയാണ്, എന്ത് നോക്കാൻ, എന്താണ് ചെയ്യേണ്ടത്, അവിടെ നിന്ന് തുടങ്ങുന്നു എന്റെ ജീവിതം. അതിൽ നിന്ന് കുറെ അധികം കാര്യങ്ങൾ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഈ പദവിയിൽ ഇരിക്കാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സാറ് എനിക്ക് തോന്നുന്നു പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ ഈ 30 വർഷത്തെ കാലത്ത് എന്റെ ഇതിൽ ഈ സാധാരണ നമ്മുടെ ഒരു സെറ്റപ്പില് ഈ ഡയറക്ടർമാര് താഴോട്ടുള്ള ആൾക്കാരെ വിശ്വസിക്കുക വളരെ കുറവാണില്ല എന്ന് തന്നെ പറയാം. അതിലൊരു മാറ്റം വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 2015 ശേഷമാണ് ആ മാറ്റം ഞാൻ കണ്ടത്. ആ സ്നേഹവും എല്ലാം അനുഭവിച്ചു. ശശികുമാർ സാറിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ അറിയാത്ത ഒരു മേഖലയിൽ കൂടെ സാർ എന്നെ കൊണ്ടുപോകുന്നു. അത് ഈ ഭരണപരമായ കാര്യങ്ങളിൽ കൂടി ഇടപെടേണ്ടി വന്നു. അപ്പോ പറഞ്ഞു വരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 30 വർഷത്തില് ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവ പാഠങ്ങൾ ഉണ്ടായ ഒരു അവസരമാണ് ഈ കഴിഞ്ഞ 2 വർഷം. ഓരോ ദിവസവും ഓരോ മണിക്കൂറും അനുഭവം ഇടയ്ക്ക് ചിലപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. മനസ്സിനകത്ത് സാറിനോട് ഭയങ്കരമായ ദേഷ്യം, അതുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നു അങ്ങനെ സാറ്. പക്ഷെ ആ വിശ്വാസം, എന്നോട് ഉള്ള സ്നേഹവും വിശ്വാസവും സാറ് ഞാൻ പിന്നീട് സാധിക്കും. കാര്യം എനിക്ക് തോന്നിയത് ഡയറക്ടർ ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്ടറിന് ഇന്ന ഇതിലാണ് ചെയ്യുമ്പോൾ തോന്നലായിരുന്നു. പറഞ്ഞു വരുന്ന കാര്യത്തിലും സാർ ഇവിടെ നേരത്തെ പറഞ്ഞല്ലേ, നമ്മള് ഏത് പദവിയിലാണെങ്കിലും ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കലും അവസാനമാകില്ല. നമുക്ക് ശേഷവും ലോകമുണ്ട്. ആ ലോകത്തിനെ വാർത്തെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പലപ്പോഴും എനിക്ക് ശേഷം പ്രളയമുള്ള അവസ്ഥയിലാണ് പലരും വരുന്നത്. അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമായ സർക്കാർ. സ്ഥാപനം എന്നുള്ളത് വ്യക്തികൾ വരും പോകും, സ്ഥാപനം എന്നുള്ളത് അങ്ങനെ കാണുമ്പോൾ അങ്ങനെ കാണുന്ന ആൾക്കാരാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുക, ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പറ്റില്ല. കാരണം അനുഭവ സമ്പത്ത് നമുക്ക് അറിവ് മാത്രമല്ല, അനുഭവത്തിൽ ചെയ്ത് അനുഭവം
കഴിഞ്ഞ 2 വർഷം കൂടെ നിന്ന് ഓരോ ദിവസവും ഓരോ മണിക്കൂർ രാവിലെ പോയി ഉച്ചയ്ക്ക് പോയി വൈകുന്നേരം പോയി ചെയ്യുവാൻ അത് ചെയ്തു, ലെറ്റർ പോയോ അത് ചെയ്തു, അതിനിങ്ങനെ ചെയ്തു, അത് എനിക്ക് ഞാൻ ഓരോ ദിവസവും കൊച്ചുകുട്ടിയെ കൊണ്ടുപോലെ ഓരോ കാര്യങ്ങളിൽ ഒരു ദിവസം പോലും സൂചിപ്പിച്ച പോസിറ്റീവായ ഒരു മനസ്സിനും ഒരു കർമ്മവും മുഖത്തൊരു കർമ്മവും ഇല്ലാതെ ഒരു ദേഷ്യവും ഭാവവും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയാതെ തെറ്റുകൾ കാര്യം ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതുപോലും മനസ്സിൽ കാണാതെ ആ സ്നേഹം ചെയ്യുന്നു. അതിൽ നിന്ന് ഒത്തിരി പാഠം ഉൾക്കൊണ്ട് കാര്യം ഇത് അനുകരിക്കാൻ പറ്റുന്ന ഒരു റോളാണോ മോഡലാണോ എന്ന് എനിക്ക് സംശയിക്കുന്നത്. അത്ര പ്രയാസമുള്ള ഇത് ഇതുപോലെ ചെയ്യാൻ പറയുന്നത്. പക്ഷെ തീർച്ചയായിട്ടും ഒരു അക്കാഡമിഷ്യൻ പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ളതിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ബെസ്റ്റ് മോഡൽ. അത് ആരിപ്പോ അക്കാഡമിഷ്യൻ എന്നുള്ള നിലയിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഡയറക്ടറായിട്ടും ഭരണപരമായിട്ടും അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തിയുള്ള ഒരാളെയും എന്ന് പറയാൻ യാതൊരു നോക്കിയിരുന്നു. ഇന്ന് രാവിലെയും സാറിന് ഒഴിവാക്കാമായിരുന്നു. ഇന്ന് രാവിലെയും സാറിന്റെ ഒരേ കൺസേൺ എല്ലാ ആക്ടിവിറ്റീസും ഈ കൺസേൺ എന്താണ് അടുത്ത് വരാൻ പോകുന്ന കൺസേൺ അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത, ആ ആകുലത അല്ലെങ്കിൽ അത് പങ്കുവരാനുള്ള ഇത്, അത് അതിനുള്ള മറുപടി അത് വാക്കുകൾ പറഞ്ഞാൽ അത് മോശമായി വളരെ വലുതാണ് സാർ. ഒരിക്കലും നമ്മള് സാറിന്റെ ഇന്ന് ഞങ്ങളോട് ഇന്ന് പറഞ്ഞാൽ അതെന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തന്നിരിക്കുകയാണ്. സാധാരണ പോകാം ഇനി കഴിഞ്ഞ് വരുന്ന ആളെന്തോ ആയിക്കോട്ടെ എന്നൊക്കെ തോന്നാതെ ജമോൻ അത് ഇങ്ങനെയല്ല, ഈ രീതിയിൽ നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിനോടുള്ള പ്രതിബദ്ധത അവിടെയാണ്. എന്നോടുള്ള പ്രതിബദ്ധത സ്ഥാപനത്തിനോടുള്ള അതിവിടെ സംസാരിച്ചപ്പോൾ സാറിന്റെ സ്പിരിറ്റ് നിങ്ങൾ കണ്ടാണ്. സാറൊന്ന് പറയും, സാറ് വേറൊരാളായിട്ട് പോകും. ക്ലാസ്സിൽ കയറുമ്പോൾ ഈ സാധാരണ ആളല്ല, വേറൊരു ഒരു ഉള്ളിൽ വാത കയറുന്ന പോലെ അത് ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാറിന്റെ ആ ഉച്ചത്തിലുള്ള അലർച്ചയും വിളിയും കണ്ണിന്റെ ആ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാവിലെ വെളിച്ചപ്പാട് പോലെയുള്ള ഒരു ചെറിയ ഇതൊക്കെ വരുന്നത് അതിനോടുള്ള ഒരു പ്രതിബദ്ധ ഇതാണ് ആ ഊർജം. അപ്പൊ എല്ലാം മറക്കുകയാണ്, സ്വന്തം പോലെ മറന്ന് ഒരു പുതിയ ആളായിട്ട് മാറുന്നു. പറയുന്നത് സാറിന്റെ ഈ മേഖലയിൽ ഒന്നും പറ്റില്ല. അത്രയും മനസ്സും ശരീരവും കൊണ്ട് അങ്ങ് ആസ്വദിക്കുന്ന പാഷൻ എന്ന് പറയുന്ന വാക്കുകൾ അതിൽ പോകുന്ന ഒരു വ്യക്തിത്വമാണ്. അത്തരം ഒരു വ്യക്തിയുടെ കീഴിൽ വർഗീയാൻ കഴിഞ്ഞതിൽ ഒരു പുണ്യമായിട്ടും കരുതുന്നു. തീർച്ചയായിട്ടും സർവശക്തന്റെ സഹായ അനുഗ്രഹത്തോടു കൂടി സാറിന്റെ ഇവിടെ ഇരിക്കുന്ന ഗുരുനാഥന്മാരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി ഇവിടെ ഓരോരുത്തരുടെയും സഹായത്തോടുകൂടി എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. അവരുടെ എല്ലാ അനുഗ്രഹാശീസ്സുകളും ഞാൻ ഈ അവസരത്തിൽ ശരീരം മനസ്സുകൊണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം തേടുന്നു. Thank you, sir. Thank you very much. Thank you. ബഹുമാനപ്പെട്ട ഡയറക്ടർ എം വി ശശികുമാർ സാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ജയമോഹൻ സാർ, നമ്മുടെ മുൻ ഡയറക്ടർ നേരം സാർ, മധുരേന്ദ്രൻ സാർ, പത്മകുമാർ സാർ, ഒരുപാട് ഗസ്റ്റ് ഫാക്കൽറ്റീസ് ഇവിടെയുണ്ട്, ഗിരീഷ് കുമാർ സാർ, ക്രിസ്തുവാർ സാർ, സുരേന്ദ്ര ബാബു സാർ, തുളസീധരൻ സാർ, സാദിഖ് സാർ, നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ്, പിന്നെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനില് എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇതിലോട്ട് വന്ന നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് വന്ന എന്നെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാന് എന്തോ അതായത് PG കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്ത ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലായിരുന്നു. ഒരു 3 വർഷം
ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ അറിയാം, അവിടെ ടീച്ചിങ് മാത്രമേ ഉള്ളൂ. അപ്പോ ടീച്ചിങ് വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു 5 വർഷം എനിക്ക് ബ്രേക്ക് ഉണ്ടായി. ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു റിസർച്ച് ലൈഫ് ആയിരുന്നു. ആ സമയത്ത് ടീച്ചിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഒരു 5 വർഷം ആലപ്പുഴയിലെ SD കോളേജ് റിസർച്ച് ചെയ്യായിരുന്നു. ആ സമയത്താണ് ഇവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളത് ഞാൻ കാണുകയും അപ്ലൈ ചെയ്യുകയും ചെയ്തത്. ഇവിടെ വന്നപ്പോ ആണ് എനിക്ക് മനസ്സിലായത് ടീച്ചിങ് കൂടാതെ ഇവിടെ ട്രെയിനിങ്ങും കൂടെ ഉണ്ട്. അപ്പോ ടീച്ചിങ്ങിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മുടെ മിസ്സൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവരുമായിട്ട് നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം, ക്ലാസ് എടുക്കാം, അങ്ങനെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തികച്ചും നമ്മള് എന്താണ് ഫുൾ ടൈം നമുക്ക് യാതൊരു പരിചയമില്ലാത്തവരെ കൂടെ അവർക്കൊരു സെഷൻ ഹാൻഡ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോ തികച്ചും ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. നമ്മുടെ സാർ പറഞ്ഞതുപോലെ അപ്പോ സാറ് പറഞ്ഞില്ലേ, സാർ ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. എക്കണോമിക്സ് പഠിച്ചിട്ട് സാർ എന്താണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ പഠിപ്പിക്കാൻ വേണ്ടി ചലഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ട്രെയിനിങ്ങിലോട്ട് എങ്ങനെ വരാം എന്ന് സാറ് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ട്രെയിനിങ് ക്ലാസ് അന്നത്തെ സാർ പറഞ്ഞതാണ്, ക്ലാസ്സിലിരിക്കണം, ഇവിടുത്തെ ട്രെയിനിങ് എടുക്കുന്ന നമ്മുടെ ഗസ്റ്റ് ഫാക്കൽറ്റീസ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് കണ്ടുപഠിക്കണം. അങ്ങനെ നമ്മൾ ഒരുപാട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ കുറെ കാര്യങ്ങൾ സത്യമായി ഓപ്പറേഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഫീൽഡിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ പഠിച്ചതെല്ലാം ഫിനാൻസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നാൽ കോർപ്പറേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു എന്നുള്ളതാണ്. പിന്നെ ട്രെയിനിങ്, സാറിന്റെ ട്രെയിനിങ് എടുക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ ഒരു നിമിഷം പോലും നമ്മൾ അതിൽ നിന്ന് നമുക്കൊരു ഇപ്പൊ ട്രെയിനിങ്ങിന് വരുന്നവരെ സംബന്ധിച്ച് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെ അവര് നമ്മൾ എടുക്കുന്ന സെഷനിലോട്ട് ശ്രദ്ധിക്കാതിരിക്കും. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു നിമിഷം പോലും വേറൊരു കാര്യത്തിലോട്ട് അവരുടെ ശ്രദ്ധ പോയില്ല എന്നുള്ളതാണ്. എപ്പോഴും സാറിന് സർപ്രൈസ് ഇട്ടുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അടുത്ത സാർ എന്താണ് പറയാൻ പോകുന്നത് എന്തിങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടായിരിക്കും ഒരു 3 മണിക്കൂർ ഇരുന്നാലും അത്രയും സമയം സ്പെൻഡ് ചെയ്തതായിട്ട് തോന്നുന്നതേയില്ല. ഇവിടെ പലപ്പോഴും ട്രെയിനിങ്ങിന് വരുന്നവർ പറയാറുണ്ട്, സാർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ണൂരിൽ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന ഒരുപാട് ട്രെയിനീസ് ഇവിടെ വരാറുണ്ട്. പിന്നെ സാറിന്റെ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ സാറ് എല്ലാ കാര്യങ്ങളെയും എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് സാർ അതിനെ കുറിച്ച് തീരുമാനം എടുക്കുന്നതെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു പ്രശ്നം നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ട് കാര്യം ചെയ്താലും ശരിക്കും സാർ നമ്മളെ എന്താണ് നമുക്ക് അത് ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് സാർ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. എന്താണ് അടുത്ത തവണ സാറിനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയിപ്പിക്കരുത്, നമ്മളത് ശ്രദ്ധിക്കണം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ സാർ അതുപോലെ പറയുവാണെങ്കിൽ നമ്മുടെ HBCM-നും അതുപോലെ ഇതുപോലെ തന്നെ പുതിയ പുതിയ സെമിനാറുകൾ എടുക്കാൻ വേണ്ടി സാറ് കുറെ ദിവസം കൊണ്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് സാറ് 1-2 മാസം കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ നമ്മുടെ പല കോപ്പറേറ്റീവ് ബാങ്കിൽ അവരുടെ സക്സസ് സ്റ്റോറീസിനെ കുറിച്ച് അവർക്ക് ഷെയർ ചെയ്യണം. അവർ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്ക് അറിയാവുന്നത് സഹകരണത്തിലെ എന്താണ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ലോണിനെ കുറിച്ച് മാത്രമാണ് അറിയാവുന്നത്. അങ്ങനെ പറഞ്ഞ സാർ ഇങ്ങനെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ശരിക്കും നമുക്ക് ഇപ്പോഴാണ് അതിനെ കുറിച്ച് ചിന്തിക്കാനും അങ്ങനെ ഒരു സെഷനിലോട്ട് നമുക്ക് എത്താൻ കഴിഞ്ഞത്. എങ്കിൽ പോലും സാർക്ക് ഒരു സൊസൈറ്റിയുടെ കോൺടാക്ട് നമ്പർ തരാൻ പറയുമ്പോൾ സാർ 3 സൊസൈറ്റിയിലെ നമ്പർ ഇട്ടാലും എല്ലാവർക്കും ഒന്ന് കോൺടാക്ട് ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ, അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് സാറിനെ പറയാറുണ്ട്. മാത്രമല്ല സാർ മാത്സിന്റെ ഒക്കെ സാറ് ഇവിടെ അല്ലെങ്കിൽ പോലും നമ്മുടെ സെമിനാറിനൊക്കെ പലപ്പോഴും നമ്മൾ ഓൺലൈനാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സാർ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇല്ലെങ്കിൽ പോലും മാക്സിമം സാർ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എല്ലാത്തിനും സാർ തന്നെ ഇനാഗ്രേഷൻ ചെയ്യാൻ പലപ്പോഴും ട്രെയിനിങ്ങിനും ഒക്കെ ഇരുന്ന് സാറ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് എപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതിനെ കുറിച്ച് ഒരു ചിന്ത, നമ്മുടെ അടുത്ത് എന്തെന്നൊരു ചിന്ത സാറിന് എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അത് മാത്രമല്ല സാറിന് എപ്പോഴും കോൺടാക്ട് ചെയ്താലും സാറ് തിരിച്ച് നമ്മൾ എന്താണ് ആവശ്യം എന്നറിയാൻ വേണ്ടി തീർച്ചയായിട്ടും സാർ വിളിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷനെ സംബന്ധിച്ച് എന്ത് ന്യൂസ് കണ്ടിരുന്നാലും സാർ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് എപ്പോഴും സാർ ചിന്തിക്കുകയും ഇപ്പം സാർ പറഞ്ഞ പോലെ ഇന്നലെ ശരിക്കും നമുക്കൊരു ചാലഞ്ചാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നത്. അപ്പൊ ആ ചാലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് 2 മാസം ആയപ്പോൾ തന്നെ സാറിന് ചാലഞ്ച് നമ്മളെ ഏൽപ്പിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ FPO കുറിച്ചുള്ള ഒരു സെമിനാർ, NCDC കണ്ടക്ട് ചെയ്യുന്ന ഒരു സെമിനാർ സാർ ശരിക്കും
അത് എന്താണ് ഞങ്ങൾ സെഷൻ എടുക്കാൻ എത്തും എന്ന് NCDC അറിയിച്ചിട്ടാണ് ഞങ്ങൾ അറിയിച്ചത്. എന്നിട്ട് സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അഞ്ജനയുണ്ട്, രശ്മിയുണ്ട്, അവർ ഫിനാൻസ് ആണ്, അവർ ഹാൻഡിൽ ചെയ്തോന്ന് സാറാണ് പറഞ്ഞു. പക്ഷെ ശരിക്കും അപ്പൊ നമുക്ക് FPO എന്താണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും അന്ന് പോലും നമ്മൾ പഠിച്ചു തുടങ്ങി എന്താണ് FPO എന്ന് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കണം. അവരുടെ പ്രോജക്ട് അപ്രൈസർ ആണ്, അപ്പൊ അവർക്ക് എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും നമുക്കറിയില്ല, ഓഡിയൻസ് ആരാണെന്ന് അറിയില്ല. അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ കുറെ പഠിച്ചു. അങ്ങനെ ശരിക്കും ഒരു 4 സെഷൻസ് ഞാനും രശ്മി മിസ്സും കൂടെ അവിടെ ഹാൻഡിൽ ചെയ്തു. ഇപ്പോഴും NCDC-യിൽ നിന്ന് കോൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും എനിക്കൊരു ഓൺലൈൻ ട്രെയിനിങ് NCDC-യിൽ നിന്ന് ഓഫർ ചെയ്യുകയുണ്ടായി. അപ്പൊ ശരിക്കും നമുക്കൊരു ചാലഞ്ച് ഏറ്റെടുത്താൽ അത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ശരിക്കും തന്നത് നമ്മുടെ ശശികുമാർ സാർ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ 600 പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ചാലഞ്ച് കിട്ടിയിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ സാർ ഇന്ന് ശരിക്കും ഒരു മണിക്കൂർ സാർ നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ 600 പ്രോഗ്രാം നമുക്ക് എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇപ്പൊ 12 മാസത്തിൽ 2 മാസം കടന്നു പോകും. അപ്പൊ ഇനി നമ്മുടെ മുമ്പിലുള്ളത് 10 മാസമാണ്. അപ്പൊ ഈ 10 മാസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്നുള്ളത് ശരിക്കും സാർ ഒരുപാട് ഐഡിയാസ് ഇന്ന് ഷെയർ ചെയ്യാണ്ടായി. അപ്പൊ അടുത്തൊരു വർഷം ശരിക്കും ഞങ്ങൾ ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി പറയുന്നത് അപ്പറില്ലാന്ന് തോന്നുന്നു സാർ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെന്ന് പറഞ്ഞാൽ സാറ് ഇപ്പൊ ഔദ്യോഗികമായ ജീവിതം റിട്ടയർമെന്റ് ആവുന്നതേ ഉള്ളൂ. തിങ്കളാഴ്ച സാറിന്റെ സെഷൻസ് ഇട്ടിട്ടുണ്ട് സാർ. തിങ്കളാഴ്ച തന്നെ ഇട്ടിട്ടുണ്ട്. അതും കൂടി അറിയിക്കുകയാണ് സാർ. അപ്പോ ഔപചാരികമായിട്ട് സാറിനോട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ അധ്യക്ഷന് നമ്മുടെ ഡെപ്യൂട്ടി ഡയറക്ടറുമായിട്ടുള്ള ജയമോഹൻ സാറിന് നമ്മുടെ ഇന്നത്തെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് സാർ തന്നെയായിരുന്നു. സാറിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ മേനോൻ സാർ ശരിക്കും കുറച്ച് ദിവസമായിട്ടുള്ളൂ സാറിനൊന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ട്. എന്നാലും സാർ ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാറിനെ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷനിൽ എത്തിയതിന് ഔപചാരികയുടെ പേര് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മധുരേന്ദ്രൻ സാർ, പത്മകുമാർ സാർ, എല്ലാ ഗസ്റ്റ് ഫാക്കൽറ്റീസും എല്ലാവർക്കും നമ്മുടെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ എത്തിയതിന് നന്ദി അറിയിക്കുകയാണ്. എന്റെ പേരിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് ഉണ്ട്, കൂടെയുള്ള കൊളീഗ്സ് ഉണ്ട്, രശ്മി മിസ്, അതുപോലെ തന്നെ ഗായത്രി മിസ് ഉണ്ട്, ജിജി മേഡം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, സ്തുതി ഉണ്ട്, അനില ചേച്ചി ഉണ്ട്. എല്ലാ ഓഫീസ് സ്റ്റാഫിനും ICM-ന്റെ പേരിലും എന്റെ പേരിലും ശശികുമാർ സാറിന്റെ പേരിലും എല്ലാവരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസ് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സാറിന് വേണ്ടി ചെയ്തു. കൃത്യമായിട്ട് ഇത്രയും സമയം അവർ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അവർക്കുള്ള എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു സ്റ്റുഡൻസ്.